तालियां बजाकर प्रभु को धन्यवाद दीजिए. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചട്ടെ. എത്ര നല്ല സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ കേൾക്കുന്നത് തന്നെ വലിയ വിടുതലാണ്. कि परमेश्वर के बच्चों का गवाही और छुटकारा सुनना बहुत बड़ा आशीष है. ഇന്നത്തെ ആരാധന ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ എല്ലാ ആഴ്ചയിലും നടക്കുന്ന പോലെ അല്ല ഇന്നത്തെ ആരാധനയെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകുന്നത്. हर हफ्ते जैसे चलते वैसा नहीं आज की आराधना परमेश्वर में ले गया. ഹല്ലേലൂയ. ഒത്തിരി നല്ല സാക്ഷ്യങ്ങൾ കേട്ടു. നല്ല ലിജോയൊക്കെ വചനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്തത്. कि अच्छे गवाही सुना. लिजो ब्रदर ने तो वचन कहते हुए वर्षिप लीड किया. നിതിൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അവര് അവിടെ ഹോസ്പിറ്റലിൽ കുഞ്ഞു കിടക്കുമ്പോൾ ഒത്തിരി പേരോട് സുവിശേഷം പറഞ്ഞു. नितिन ने कहा जब हॉस्पिटल में थे तो काफी सारे लोगों को सुसमाचार बांटा. അതൊരു വലിയ അനുഗ്രഹമാണ്. ഇറങ്ങി ചെന്നിട്ട് അവിടെ പല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അകത്ത് കയറി പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. एक बहुत बड़ा आशीष है कि रिंगी ने बहुत सारे बच्चों के लिए प्रार्थना किया वहाँ. സോ നമ്മുടെ കഷ്ടങ്ങൾ ചിലരുടെ ഉദ്ധാരണത്തിന് കാരണമായി തീരും. तो हमारा जो കാരണമായി തീരും. कष्ट है किसी और का उद्धार का कारण വളരെ बनेगा. പ്രസിദ്ധനാകുന്ന ഒരു ദൈവദാസന് ഒരിക്കൽ കാർ ആക്സിഡന്റ് ഉണ്ടായി. एक बहुत बड़ा परमेश्वर का दास का एक बार गाड़ी का ടെസ്റ്റിമണിയാ एक्सीडेंट കേട്ടോ. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമണിയാ. उनका टेस्टिमनी है. അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായി. രാത്രിയിൽ ഒരു ഹോസ്പിറ്റൽ ആരോ വഴിയിൽ കണ്ടവർ എടുത്തോണ്ട് പോയിട്ടു. तो रात को उनको एक हॉस्पिटल में कोई तो रास्ते में से ले गया. അദ്ദേഹം തകർന്നു പോയി. ഈ नाश हुआ, टूट गया पूरा, उसका शरीर पूरा था. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അറിയത്തില്ല ഇത് ആരാ എന്തുവാന്ന് അറിയത്തില്ല. ये जब हॉस्पिटल एडमिट किया तो पता नहीं तो कौन है. ആകെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇയാൾ ഇന്ന സ്ഥലക്കാരനാണെന്ന് മനസ്സിലായി. इन्फॉर्मेशन से पता चला कि इस जगह पे रहने वाला है. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? उसके लिए क्या किया? അവിടെയുള്ള ഒരു പരിചയമുള്ള ആളെ ഈ ഡോക്ടർ ഫോൺ ചെയ്തിട്ട് നിങ്ങളുടെ നാട്ടുകാരൻ ഒരാൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. तो वहाँ के एक व्यक्ति को फोन करके बोला आपका गाँव से कोई यहाँ एडमिट हुआ है. അയാൾ കേരളത്തിൽ ഒരു അബ്കാരി മുതലാളിയായിരുന്നു. वो केरला में एक അബ്കാരി മുതലാളി, ഒരു അബ്കാരി മുതലാളി. അബ്കാരി എന്ന് പറയുമ്പോൾ മദ്യ വ്യവസായം നടത്തുന്ന ആള്. तो वो केरला में एक बोलते ना कि शराब का बिजनेस करने वाला बंदा था. ഈ കേരളത്തിലൊക്കെ എങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ മുഴുവൻ കോൺട്രാക്ട് ഒക്കെ ഒരാൾക്ക് അവരെ അബ്കാരികൾ എന്നാ വിളിക്കുന്നത്. तो केरला में क्या एक पूरा जगह का क्या कि वो कॉन्ट्रैक्ट ले लेते हैं. വലിയ അബ്കാരി മുതലാളിയാ. वो बहुत बड़ा सेठ थे. ഈ അബ്കാരി മുതലാളി ഈ ആളിനെ വന്ന് രാത്രി വന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു എല്ലാ സഹായവും ഞാൻ ചെയ്യാം. तो सेठ ने आके बोला कि रात को आके बोला कि मैं उसको देखने वाला सारा मदद मैं करता हूँ. പിന്നെ അടുത്ത ദിവസം മനസ്സിലായി ഇത് ആരാണെന്നൊക്കെ മനസ്സിലായി. फिर दूसरा दिन पता चला कौन है. പക്ഷേ ഈ അബ്കാരി മുതലാളി എല്ലാ ദിവസവും കാണാൻ വരും. देखिए ये जो सेठ है हर दिन देखने आता था. എന്നിട്ട് और ഇയാൾ ഡിസ്ചാർജ് ആയപ്പോൾ जब वो डिस्चार्ज हुआ ഡോക്ടർ പറഞ്ഞു डॉक्टर ने कहा സ്പെഷ്യൽ കെയർ വേണം. और उसको एक खास केयर चाहिए. അങ്ങനൊന്നും നോക്കിയാൽ പറ്റത്തില്ല. കാരണം ഭയങ്കരമായിട്ട് കെയർ കൊടുത്തെങ്കിൽ ഇയാൾ രക്ഷപ്പെടുത്തുള്ളൂ. और उसको बहुत ध्यान देगा तो ये बचेगा. അപ്പൊ ഈ അബ്കാരി മുതലാളി പറഞ്ഞു तो ये सेठ ने कहा ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞു. मेरे घर पे ले जाता. ഹല്ലേലൂയ. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. वो घर पे ले ഇതിന് गया. പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. इसके पीछे एक ഈ कहानी है. അബ്കാരി മുതലാളിയുടെ ഭാര്യ ഒരു വിശ്വാസിയാ. इसकी जो पत्नी है जो सेठ की അവര് पत्नी एक विश्वासी പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, था. കർത്താവ് ഏതെങ്കിലും പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിലയച്ച് എന്റെ ഭർത്താവിനെ ഒന്ന് മാനസാന്തരപ്പെടുത്തണം. तो वो प्रार्थना करते कोई तो एक परमेश्वर के दास को मेरे घर पे भेज के പക്ഷെ ഒറ്റ പാസ്റ്ററെ ആ വീട്ടിൽ കയറ്റത്തില്ല. लेकिन कोई भी पासवान को उस घर पे नहीं ഇപ്പൊ घुसाएगा. തൊട്ട് അബ്കാരി മുതലാളി തന്നെ കൈ കാലം ഓടിച്ച ഒരു പാസ്റ്ററെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുക. अब ये जो सेठ ने क्या है कि एक पासवान को लेके आकर घर पे रखा. സമ്മറി ഓഫ് ദ സ്റ്റോറി. एक समरी है. അപ്പൊ ആ ദൈവദാസൻ वो परमेश्वर के दास അദ്ദേഹം പറഞ്ഞത് इस प्रकार कहा ദൈവം എന്റെ കാലും കൈയും ഒക്കെ ഓടിച്ച് ആ സഹോദരിയുടെ പ്രാർത്ഥന കേട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയെന്ന്. बोलते कि वो परमेश्वर ने मेरा हाथ पैर तोड़ के उस बहन की प्रार्थना से उस घर पे ले गया. ദൈവമക്കളെ, ഞാൻ അവിടെ നിതിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ जब पासवान नितिन के बच्चे के लिए प्रार्थना करने गया എന്റെ മൊബൈല് ബാറ്ററി തീർന്ന് അങ്ങ് നിന്നുപോയി. पास्टर का मोबाइल का बैटरी खत्म हो ഞാൻ गया. ഇച്ചിരി ടെൻഷനിലായി. पास्टर थोड़ा सा टेंशन में മൊബൈൽ നിന്നതിലല്ല, मोबाइल बंद हुआ बोल के नहीं അന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. 9 മണിക്ക് എന്റെ സൂം മീറ്റിംഗിൽ ഒന്ന് കയറണം. कि 9 बजे जूम मीटिंग में जरा आना. ഞാനൊരു പ്രത്യേക വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയാമോ, പടർന്ന് ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. मैं एक खास विषय में कुछ बोलने वाला आप जरा सुनना. അപ്പൊ എനിക്ക് ടെൻഷൻ. നിങ്ങളുടെ സൂം മീറ്റിംഗിന് കയറണം എന്ന് അദ്ദേഹം എനിക്ക് നേരിട്ട് മെസ്സേജ് ഇട്ടിട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു സങ്കടം. बल्कि उन्होंने डायरेक्ट मैसेज डाला है कि आना है और मैं नहीं गया तो कैसा है. അപ്പൊ ഞാൻ പരേഷാനായി. तो पास्टर थोड़ा परेशान हुआ. എങ്ങനെയെങ്കിലും മൊബൈൽ ഓൺ ചെയ്യണം. कैसे तो मोबाइल चालू ഞാൻ करना है. എന്താ റാസാസ് മാളിൽ പോയിട്ട് ഒരു മൊബൈലിന്റെ ചാർജറൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന്, ചാർജർ ഇല്ല, ആ ഒരു കേബിൾ മാത്രം വാങ്ങിച്ചു. ഇനി ഇത് എവിടെ കിട്ടും? പിന്നെ ഞാൻ താഴെ എൻ്റെ സ്കൂട്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ സ്കൂട്ടറിൽ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്. ഞാൻ അവിടെ വന്ന് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി ചാർജിങ് പോയിന്റിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. तो पास्टर क्या किया कि रसास में उसके केबल लेके स्कूटर में चार्जिंग कर रहा അപ്പൊ था. അവിടെ തന്നെ അന്നേരം തന്നെ വക്കാട് ഹോസ്പിറ്റലിൽ ഒരു വലിയ മരണമൊക്കെ ഉണ്ടായി. ഭയങ്കര ഒരു സീൻ നടക്കുന്ന സമയമാണ്. तो उधर क्या वर्कआउट हॉस्पिटल में एक मृत्यु की बहुत बड़ा
सीन चल रहा है। അപ്പം ഭയങ്കരമായിട്ടൊരു ഫാമിലി ആരുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ റിലേറ്റീവ് മരിച്ചൊരു വലിയ ബഹളവും വലിയ കരച്ചിലും ഒക്കെ നടക്കുന്ന സമയമാണ്. तो वहाँ क्या कि बहुत बड़ा समस्या सब चल रहा था। അപ്പൊ എന്റെ സ്കൂട്ടറിന്റെ അപ്പുറത്തിരുന്ന മനുഷ്യൻ तो पासवान के स्कूटर को उस बार में जो എന്നോട് മരണത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. तो पासवान से मृत्यु के बारे में कहने നമ്മൾ लगा। നാടൻ ഭാഷയിൽ പറയും കൊല്ലക്കടയെ സൂചി വിൽക്കുവാന്ന്. ഹല്ലേലൂയ. लोहार का दुकान में सुई बेचने के लिए जा रहे हैं. तो लोहार के दुकान में सुई बेचने गया। നമ്മൾ കൊല്ലനാ നമ്മുടെ കടയിലാ സൂചി വിൽക്കാൻ വരുന്നത്. तो हमारे पास वो सुई बेचने आया। ഞാൻ അപ്പം അദ്ദേഹത്തോട് മരണത്തെ കുറിച്ച് പറഞ്ഞു. तो मैंने भी उनको मृत्यु के बारे में നിത്യതയെ കുറിച്ച് പറഞ്ഞു. कि नित्यता के बारे में कहा। യേശുവിലൂടെയുള്ള രക്ഷയെ കുറിച്ച് പറഞ്ഞു. यीशु मसीह के द्वारा दो യേശുവിന്റെ ബലിദാനത്തെ കുറിച്ച് പറഞ്ഞു. यीशु के बाहर आने के बाद की कहा। ആ ലൊക്കേഷൻ നയനഗർ ലൊക്കേഷനുള്ള താടിയൊക്കെ ഉള്ള ഒരാളാണ്. ഹല്ലേലൂയ. नया नियम में एक दाढ़ी के साथ व्यक्ति था। എന്റെ ദൈവം ഇതിനാണോ റിങ്കിയുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത് ഇവനോട് സുവിശേഷം പറയാൻ. मुझे लगा कि इसके लिए रिंगी के बच्चे को इधर लाया कि സുവിശേഷം പറയാൻ കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തണം. हमें जो सुख समाचार देने वाला कोई भी अवसर को छोड़ना नहीं है। മണ്ടത്തരം എന്താണെന്നറിയാം? हमारी गलती क्या है? നമുക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ലെന്നുള്ളതാണ്. हमें सुख समाचार बांटना नहीं आता നമ്മൾ है। നേരിട്ട് എന്നിട്ട് പറയും ബ്രദറെ ഞാൻ സുവിശേഷം പറയാൻ വന്നതാ കേട്ടോ. हम सीधे से जाके बोलते हैं मैं सुख समाचार बोल रहा അവര് है। നമ്മളെ ഓടിക്കും. वो हमें भगाएगा। അങ്ങനല്ല സുവിശേഷം പറയേണ്ടത്. वैसा नहीं നമ്മൾ कहता है। ട്രാക്ട് ഒക്കെ പിടിച്ചോണ്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വന്നത് അങ്ങനൊന്നും ചെയ്യണ്ടാന്നേ. हम ट्रैकेट लेके വൺ distribute ടു വൺ नहीं ഇവാഞ്ചലൈസേഷൻ ഒത്തിരി മെത്തേഡ് ഉണ്ട്. कि 1-to-1 बहुत सारे मेथड നിങ്ങൾ है അടുത്തിരിക്കുന്ന ആള് നിങ്ങളോട് സംസാരിച്ചു കൊടുക്കുമ്പോൾ അവൻ സംസാരിച്ച പോയിന്റ് പിടിച്ച് നിങ്ങളുടെ അനുഭവം എന്താന്ന് പറഞ്ഞാൽ മതി. कि आपसे जो करीब वाला बातें करते हो उससे बातचीत करके आपका अनुभव बताओ। നിങ്ങൾ പറഞ്ഞാൽ മതി യേശു എനിക്കാരാണ്. आप ये बताओ यीशु मेरे लिए कौन യേശു है? നിനക്കാരാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. എന്റെ യേശു എനിക്കാരാണ്. വാട്ട് ഐ ബിലീവ്. कि आप ये मत तो यीशु तेरे लिए कौन है, ये बोलो मेरा यीशु मेरे लिए क्या है। ക്രൂരനായ വ്യക്തിയോട് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റും വാട്ട് ഐ ബിലീവ്. कि आप एक से बहुत से खतरनाक व्यक्ति അവൻ को बोलते हैं, मैं കേൾക്കും. क्या विश्वास करता അവൻ हूँ, അടിക്കാൻ വരത്തില്ല. वो मारने नहीं आएगा। ഹല്ലേലൂയ. സുവിശേഷത്തിന് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. सुख समाचार बताने के बहुत सारे तरीके हैं। അതിലൊന്നാണ് ഫിലിപ്പോസ് എടുത്ത മെത്തേഡ്. उसमें से एक है फिलिपोस ने उठाया। ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു ജോയിൻ ദ ചാരറ്റ്. कि फिलिपोस को बोला कि तू रथ के साथ ജോയിൻ भाग। ദ ചാരറ്റ് അല്ലേ. बोला रथ के साथ രഥത്തോട് चल। ചേർന്ന് നടക്കുക. അതിനെ उसके साथ चल। ട്രാവലിംഗ് മിനിസ്ട്രി എന്നാ പറയുന്നത്. उसको बोलता ट्रैवलिंग നമ്മൾ मिनिस्ट्री। ട്രാവൽ ചെയ്യുമ്പോൾ हम जब ट्रैवल करते हैं, ജെഫ് ഇപ്പം പോകാൻ പോവും അല്ലേ. അടുത്ത 23-ാം തീയതി 23rd ജെഫ് ട്രാവൽ ചെയ്യാൻ പോവുക. जब अभी ट्रैवल करने वाले 23 को ജെഫിന്റെ കൂടെ ഇരിക്കുന്ന ആള് ചോദിക്കും जेफ के साथ जो എവിടാ പോകുന്നത്. कहाँ जा रहे हैं, അപ്പം പറയും MIT-ലാണ് ജോയിൻ ചെയ്യുന്നത്. MIT में जा रहे അപ്പം ജെഫിന്റെ ടെസ്റ്റിമോണി പറയാൻ പറ്റും. हैं। और जैसे अपने टेस्टिमनी कैसे That's the way how you can communicate gospel. वो है आपका कैसे आप सुख समाचार This बांटते week हैं। I will be traveling. ഈ ആഴ്ച ഞാനും ട്രാവൽ ചെയ്യുകയാണ്. ये हफ्ते पास में भी അപ്പോൾ ट्रैवल ഞാൻ कर रहे हैं। ഇതിനിടയ്ക്ക് സ്വപ്നം കാണാൻ തുടങ്ങി. മീൻസ് ഐ എം എ ഡേ ഡ്രീമർ. मैं इस प्रकार एक सपना देखना ഞാൻ शुरू ഇങ്ങനെ किया। സ്വപ്നം കാണാൻ തുടങ്ങി. मैं स्वप्न देखा। ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ मैं जब फ्लाइट में बैठेगा, സ്പെഷ്യലി ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കുന്ന ഫ്ലൈറ്റ് എല്ലാം ഫോറിൻ ഫ്ലൈറ്റ് ആണ്. अभी जो भी मिला सारे फॉरेन फ्लाइट्स है। കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എയർ ഇന്ത്യയുടെ പഴയ ഫ്ലൈറ്റിൽ കുലുങ്ങുന്ന ഫ്ലൈറ്റിലാണ് പോയത്. സീറ്റ് ഉൾപ്പെടെ കുലുങ്ങും. कि पिछली बार एयर इंडिया के फ्लाइट में गया I'm था। not exaggerating. എയർ ഇന്ത്യയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലൈറ്റ് ഇങ്ങനെ ആ പിടിയെ പിടിച്ചപ്പോൾ ഊരി എന്റെ കയ്യിലിരുന്നു. कि एयर इंडिया का फ्लाइट का बोलते हैं कि कुर्सी भी निकल आता है। എയർ ഇന്ത്യ കൊച്ചാക്കി പറയല്ല കേട്ടോ. एयर इंडिया को छोटा करके नहीं कह रहा है। പറഞ്ഞു ഇപ്പൊ ടാറ്റ എടുത്ത് അതുകൊണ്ട് നന്നായെന്ന്. कोई कहते हैं कि टाटा ने लिया तो अच्छा ഈ हुआ है। പ്രാവശ്യം എയർ ഇന്ത്യക്കൊക്കെ ഭയങ്കര ടിക്കറ്റ് ചാർജ്. तो एयर इंडिया का रेट बहुत बढ़ गया। അവസാനം അമേരിക്കക്കാരുടെ സ്വന്തം ഫ്ലൈറ്റിലാണ് ഡെൽറ്റ KLM ഈ ഫ്ലൈറ്റിലൊക്കെ ഞാൻ ഈ പ്രാവശ്യം ട്രാവൽ ചെയ്യാൻ പോകുന്നു. इस बार अमेरिका का जो फ्लाइट डेल्टा उसमें അപ്പൊ मैं എന്റെ ट्रैवल कर മനസ്സ് रहा हूं। പറഞ്ഞു ഇതിനകത്ത് മുഴുവൻ സായിപ്പുമാരായിരിക്കും. तो मैंने वो सोचा इन पे അപ്പൊ എന്റെ അപ്പുറത്ത് सब ഇപ്പുറത്ത് फॉरेनर रहेंगे। സായിപ്പുമാർ കാണും. आजू बाजू से फॉरेनर्स അവരൊക്കെ रहेंगे। എവിടെ പോവുക. वो पूछे कहाँ जा ഞാൻ रहे हैं। മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ സ്കിൻ കളർ ഉള്ളത്. शायद मैं ही रहेगा इस चमड़ी का അപ്പൊ कलर के എനിക്ക് साथ। പറയാൻ പറ്റും I am a pastor. तो मैं बोल सकता हूँ एक I'm going पासवान for a हूँ। conference. मैं कॉन्फ्रेंस के लिए जा रहा हूँ। ഹല്ലേലൂയ. പണ്ട് ഗ്രീക്ക് പ്രീച്ചർ ആകുന്ന ഈജ ജോണിനോട് ആരാണ്ട് ചോദിച്ചു. एक ग्रीक प्रीचर ईजे जॉन से किसी ने അദ്ദേഹം पूछा, ഇങ്ങനെ ട്രാവൽ ചെയ്യുക. वो ट्रैवल कर रहा है। അടുത്തിരുന്ന ഒരു സ്ത്രീ ചോദിച്ചു बाजू में स्त्री ने पूछा, ആർ യു എ ബിസിനസ്മാൻ. तो पूछा कि तुम एक बिजनेसमैन हो। ഒരു ബിസിനസ്മാൻ ലുക്ക് ഒക്കെ ഉണ്ട്. तो उसको एक बिजनेसमैन लुक था। പാസ്റ്റർ ഈജ ജോൺ പറഞ്ഞു yes I am a businessman. तो बोला मैं एक बिजनेसमैन हूँ। അപ്പൊ ചോദിച്ചു which company you belongs to. बोला कौन सी कंपनी से അപ്പൊ हूँ। അയാൾ പറഞ്ഞു I works for the world's oldest company. बोला कि मैं दुनिया की सबसे पुरानी कंपनी के लिए That काम करता हूँ। company is called as church. Hallelujah. उस कंपनी का नाम है चर्च। We are in the business of changing people's behavior. तो मैं लोगों के बोलता ना कि स्वभाव को We are बदलने में हूँ। in the business of changing people's behavior. हम लोगों के आदतों को बदलने के business ലോകത്തിലെ में हैं। ഏറ്റവും പഴയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. मैं दुनिया के सबसे पुराना कंपनी में काम करता हूँ। 2000 വർഷം പഴക്കമുള്ള കമ്പനി. 2000 साल पुराना है। ഈ കമ്പനികളുടെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? आपने कंपनियों का एडवर्टाइजमेंट അവരെ देखा होगा। since 1950. वो लिखे since If the 1950। company is the oldest, people may have more trust on that company. अगर कंपनी पुराना है तो लोगों So को they ज्यादा used विश्वास to रहता है। write that the oldest company.
वो लोग सबसे पुराना वाला ये लिखेंगे। പണ്ട് ഫെയ്ത്ത് സിറ്റി ചർച്ച് തുടങ്ങിയ സമയത്ത് അന്നത്തെ जब फेथ सिटी चर्च जब शुरू किया था 2005 में, മനോരമയിലൊക്കെ ഹാഫ് പേജ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുമായിരുന്നു. मनोरम में आधा पेज का एडवर्टाइजमेंट देता था। മലയാള മനോരമയ്ക്കകത്ത് ബോംബെ എഡിഷനകത്ത് ഹാഫ് പേജ് അഡ്വർടൈസ്മെന്റ് ചർച്ചിന്റെ. कि चर्च का हाफ पेज एडवर्टाइजमेंट देता ഇങ്ങനെ ആളുകൾ കിട്ടി വളർന്നു വന്നു കഴിഞ്ഞപ്പോ जब लोग मिलके जब बढ़ गए, ആരാണ്ടൊക്കെ പറയാൻ തുടങ്ങി, कोई तो बोलने लगा ഇവർ ഭയങ്കര അഡ്വർടൈസ്മെന്റുകാരാ, ഇവർ ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കുന്നവരാ. ये लोग बहुत पब्लिसिटी देते हैं। ഹല്ലേലൂയ. ചർച്ചിന് പബ്ലിസിറ്റി ആവശ്യമാണ്. चर्च को पब्लिसिटी की जरूरत है क्या? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, मैं हमेशा कहता हूं, മാറിയ ജീവിതങ്ങളാണ് സഭയുടെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ്. जो बदला हुआ जीवन है कलीसिया का सबसे बड़ा ഞാൻ പറഞ്ഞത് एडवर्टाइजमेंट। കേട്ടോ, ഫ്ലക്സ് അടിക്കുന്നതല്ല, ബോർഡ് വെക്കുന്നതല്ല, മാറിയ ജീവിതങ്ങളാണ് സഭയുടെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ്. फ्लेक्स मारना या बोर्ड लगाना नहीं, बदला हुआ जीवन है कलीसिया सबसे बड़ा। ചർച്ചിൽ ഒരാൾ 10 വർഷം വന്നിരുന്നു, एक कलीसिया में एक व्यक्ति 10 അവൻ साल ഒരു आके हुआ, മാറ്റവുമില്ല, उसमें कोई फर्क नहीं हुआ, സ്വഭാവത്തിൽ മാറ്റമില്ല, उसके स्वभाव में नहीं, അവന്റെ ആത്മിക പുരോഗതി ഒന്നും ആളുകൾ वो കാണുന്നില്ല, आत्मिकता में कोई बढ़ता नहीं അവന്റെ है, ഭൗതിക മണ്ഡലത്തിൽ മാറ്റമില്ല. उसके भौतिक मंडल में कोई പിന്നെ बदलाव ആരെങ്കിലും नहीं। അവൻ ആരാധിക്കുന്ന സഭയിൽ പോകുമോ? फिर क्या वो आराधना करने कलीसिया में Are you जाएगा? listening me? क्या आप मुझे सुन रहे हो? Change lives are the best advertisement for a church. Hallelujah. जीवन का बदलना सबसे बेहतरीन Actually, एडवर्टाइजमेंट है। you can learn something from me in the area of advertisement. Hallelujah. आमेन, हालेलुया। Hallelujah. Change life. മാറിയ ജീവിതങ്ങൾ. जो बदला हुआ जीवन। ഹലോ, ഞങ്ങളുടെ പപ്പ പണ്ട് പറയുന്ന ഒരു ഉദാഹരണമായിരുന്നു. इनके पिताजी इस प्रकार कहते थे, ഈ പണ്ട് പപ്പായ്ക്ക് ആസാമിൽ തേസ്പൂരിലുള്ള സമയത്ത് जब उनको आसाम में थे, അവിടെ ഒരു 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 മലയാളി ഒരു പുതിയ ബ്രെഡ് കമ്പനി തുടങ്ങി. वहाँ एक मलयाली ने नया ब्रेड कंपनी शुरू किया, ഒരു ബ്രെഡ് കമ്പനി തുടങ്ങി. एक ब्रेड कंपनी शुरू किया। അപ്പം പിന്നെ ഈ സാധനം ആരും എടുക്കുന്നില്ല, കടക്കാരൊന്നും വെക്കുന്നില്ല. ये जो ब्रेड है कोई ले नहीं रहा था। അപ്പം ഇയാൾ എന്ത് ചെയ്താലും ഈ സാധനം എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല. ये कुछ भी करने से सामान नहीं बिक रहा അപ്പൊ ഈ था। മലയാളി കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ये मलयालियों ने सबको बुला के कहा, ഒരാഴ്ചത്തെ ക്യാമ്പയിനാ, एक दिन का कैंपेन എല്ലാ है കടയിലും ചെന്നിട്ട് ചോദിക്കണം മദ്രാസി ബ്രെഡ് ഉണ്ടോ എന്ന്. कि हर दुकान में आके पूछना कि मद्रासी ब्रेड है കടക്കാരൻ क्या? പറഞ്ഞു ഇല്ല. बोला नहीं है। പിറ്റേ ദിവസം എന്നിട്ട് വേറെ ഒരുത്തൻ വന്നിട്ട് ഇരിക്കുന്നു, മദ്രാസി ബ്രെഡ് ഉണ്ടോ എന്ന്. कि बोला कि मद्रासी ब्रेड है क्या? ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ പുള്ളി എന്നിട്ട് ചോദിച്ചു, മദ്രാസി ബ്രെഡ് നിങ്ങൾക്ക് വെച്ചിട്ടില്ലയോ? बोला कि मद्रासी ब्रेड रखा है। കസ്റ്റമേഴ്സ്. बोला बहुत कस्टमर्स അത് है। ഭയങ്കര ക്യാമ്പയിനാ കേട്ടോ. वो बहुत बड़ा कैंपेन था। ആ ചോദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ മതി, ഇന്ന സാധനം ഉണ്ടോ എന്ന്. ഹല്ലേലൂയ. आप जाके पूछना ये चीज है क्या? സുവിശേഷം അറിയിക്കാൻ ഒത്തിരി മെത്തേഡ് ഉണ്ട് കേട്ടോ. सुख समाचार बताने के बहुत सारे तरीके हैं। നമ്മൾ പ്രസംഗിക്കുന്ന യേശു हम जो प्रचार करने वाला यीशु, ചതിക്കാത്ത യേശുവാ. जो धोखा नहीं देने वाला यीशु। आमेन, ഹല്ലേലൂയ. आमेन। നമ്മൾ ശ്രദ്ധിച്ചേ, आप जो ध्यान ഈ दीजिए, ലോകത്തിലെ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാലും दुनिया का कोई भी कंपनी का प्रोडक्ट ले लो, ഒരു യൂസർ മാനുവൽ തരും. वो एक यूजर मैनुअल देता അപ്പൊ है। അതിന്റെ ഒരു അവസാനത്തെ പേജില് उसके एकदम अंतिम के some अंदर में common errors, faults or precautions ഒക്കെ എഴുതുന്ന ഒരു പേജ് ഉണ്ട്. वहाँ क्या है कि प्रिकॉशंस लिखता है। ഹല്ലേലൂയ. അവിടെ എഴുതും ഇത് ഇങ്ങനെ ഉപയോഗിച്ചില്ല പ്രശ്നമാണ് കേട്ടോ. और उसको इस प्रकार There is उपयोग some नहीं करते हुए समस्या limitation है, in their product. वो उसमें है। പക്ഷേ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് लेकिन हमारी जो कंपनी का जो प्रोडक्ट है, ഒരു പ്രിക്കോഷൻ മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. उसको कोई प्रिकॉशंस मैसेज देने की ഇന്നുവരെ जरूरत नहीं है। യേശുവിനെ വാസ്തവമായി പിൻപറ്റിയവർ Amen. ലജ്ജിച്ചിട്ടില്ല. आज तक यीशु को हकीकत में स्वीकार किया हुआ व्यक्ति पीछा नहीं അവൻ हुआ है। പരാജയപ്പെട്ടിട്ടില്ല. आमेन, हालेलुया, पराजित नहीं हुआ है। ബാക്കി ഏത് പ്രൊഡക്റ്റ് വിൽക്കുന്നവനും बाकी कोई भी प्रोडक्ट बेचने वाला എന്തൊക്കെയൊക്കെ ഹൈഡ് ചെയ്യേണ്ടി വരും അല്ലേ? कुछ ना कुछ तो छुपाना होगा। ഇവിടെ സെയിൽസിലാണ്. मैं सेल्स में हूँ, പിന്നെ ഇവിടെ എല്ലാ കാര്യവും കസ്റ്റമറിനോട് പറയുമോ? हम सारी चीजें नहीं बताते हैं। കസ്റ്റമറിനോട് പറയുന്ന മുഴുവൻ കമ്പനിയുടെ നല്ല ഗുണങ്ങളാ. कि जो सही है वो बताएंगे। നല്ല സെയിൽസ്മാൻ പറയത്തില്ല. एक अच्छा सेल्समैन नहीं कहेंगे। ഹലോ പറയുമോ? ഞാൻ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സെയിൽസ് ഓഫീസിൽ കയറി ചെന്നു. पास्टर बहुत पहले एक सेल्स ऑफिस में गए थे അവന്റെ दोस्त के। ടീമിനെ ട്രെയിൻ ചെയ്യുന്ന ഓഫീസിൽ उसका टीम को ट्रेन करने वाला, ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവന്റെ ഡോറിൽ എഴുതി വെക്കുക, उसका डोर में लिखा हुआ था। അവന്റെ ടീമിന് ട്രെയിനിങ് കൊടുക്കുന്ന ഓഫീസാ കേട്ടോ. जहाँ ट्रेनिंग दे दो ऑफिस है, അപ്പൊ അവർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുക, उनके लिए लिखा हुआ है। ഇഫ് യു കനോട്ട് കൺവിൻസ് ദം കൺഫ്യൂസ് ദം. अगर तुम कन्विंस नहीं कर सकते तो कंफ्यूज कर दो। നിനക്ക് നിന്റെ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, അവനെ കൺഫ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തോണം. अगर तुम कन्विंस नहीं कर सकते उसको कंफ्यूज We कर do दो। not want to confuse people. हमें किसी को कंफ्यूज नहीं കാരണം करना है, ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു കാര്യമാ നമ്മൾ പബ്ലിസിറ്റി क्योंकि കൊടുക്കുന്നത്. हम बिना लिमिटेशन के चीज को बताता है। ആരെയും ചതിക്കാത്ത ഒരു യേശുവിനെയാണ് നമ്മൾ हमें പ്രസംഗിക്കുന്നത്. किसी को नहीं धोखे देने वाला यीशु के बारे കരങ്ങളെ में ശക്തമായിട്ട് അടിച്ച് हाथ ताली जो मजबूती से बजाइए। Hallelujah. I was talking about travel evangelism.
जो यात्रा करते समय जो ഞാനിങ്ങനെ സ്വപ്നം കണ്ടു ഈ ചിലപ്പോഴൊക്കെ സായിപ്പുമാരായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നത്. मैंने इस प्रकार सपना देखा, हो सकता है कि फॉरेनर्स आजू बाजू बैठा रहेंगे. ഈജ ജോണിനോട് ചോദിച്ച പോലെ എന്നോട് ചോദിക്കുമായിരിക്കും. ईजे जॉन को पूछे वैसे मुझे भी पूछेगा. gospel with him. मैं भी उसके साथ कुछ समाचार बांट सकता है. Hallelujah. Hallelujah. അങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഒരു കപ്പലിലുള്ളവരെ മുഴുവൻ പിടിച്ചെടുത്ത ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. ऐसे जब यात्रा करते समय पूरे एक जहाज में सफर वालों को पकड़ा When हुआ the था. journey began. Hallelujah. जब यात्रा शुरू हुआ, പൗലോസ് ഒറ്റയ്ക്കായിരുന്നു. पौलुस अकेला था. ബാക്കി എല്ലാവരും അവനെതിരായിരുന്നു. बाकी सब उसके विरुद्ध था. ബാക്കി എല്ലാവരും അവനെ കുറിച്ച് ചിന്തിച്ചത് बाकी सब ने उसके बारे में ഒരു सोचा. മതത്തിന്റെ പ്രചാരകൻ, एक धर्म को प्रचार करने वाला, കൈസരെ അഭയം ചൊല്ലി പോകുന്നവൻ, कैसियर के पास पहुंचने അവന്റെ वाला, വാക്കാരും കേൾക്കാൻ റെഡിയല്ല. उसकी बात कोई सुनने को तैयार नहीं അവനുള്ള था. prophetic anointing-ൽ അവൻ സംസാരിച്ചിട്ടും उसके भविष्यता के जो अभिषेक से उसने बात वचन करने के बता बावजूद, रहे हो ना, वचन क्या कहता है? Acts chapter 27. Acts 27, ആ അധ്യായത്തിന്റെ പ്രത്യേകത, उस अध्याय का खासियत, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സംഭവിക്കുന്നതല്ല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തെളിയിക്കുന്ന അധ്യായമാണ് ആക്ട്സ് ചാപ്റ്റർ 27. जो परमेश्वर से प्रेम करते हैं उसके लिए सब कुछ भलाई के लिए होता है, ये साबित करने वाला एक आयत है Acts 27. നമ്മുടെ കുഞ്ഞിന് അസുഖം വന്നെങ്കിൽ अगर हमारे बच्चे को बीमार हुआ, അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. धारा बहा लियो, अच्छा भलाई के लिए होगा. അലൻ ബ്രദറിന് 5.5 വർഷം കുഞ്ഞു കിട്ടിയില്ലെങ്കിൽ, अगर अलन ब्रदर को 5 साल अगर बच्चे नहीं मिला, 5.5 साल, അതിനു മുമ്പ് കുഞ്ഞു കിട്ടിയായിരുന്നെങ്കിൽ അലൻ ബ്രദർ ഇപ്പൊ CSI പള്ളിയിൽ ഓർഗനൊക്കെ വായിച്ച് പാടിയേനെ. तो अगर ब्रदर को अगर पहले मिला तो अभी सीएसए में ऑर्गन बना ശരിയല്ലേ അലൻ ബ്രദർ? सही है कि नहीं? അലൻ ബ്രദർ ഹീസ് ഫ്രം എ മ്യൂസിക് ഫാമിലി, റൈറ്റ്? वो एक म्यूजिक फैमिली से है ഓർഗനൊക്കെ വായിച്ച് CSI പള്ളി പാടുന്ന ഫാമിലിന്നാ. ഹല്ലേലൂയ. कि सीएसए में ऑर्गन बजा के गाना गाते हैं, നന്നായിട്ട് പഴയ CSI സ്റ്റൈലിൽ ഇപ്പോഴും പാടാൻ അറിയാം. कि अभी भी अच्छी तरह से वो सीएसए स्टाइल में गाना गाते हैं. നമുക്ക് if we were having an elder choir, he may be leading that choir. So अगर हमें एक elder choir है तो having the उसको lead call and करेंगे. talent, I believe that. Hallelujah. Hallelujah. Amen. Hallelujah. Hallelujah. നമുക്ക് ഒരു എൽഡർ കൊയർ ഉണ്ടായിരുന്നെങ്കിൽ അലൻ ബ്രദർ ആയിരിക്കും എൽഡർ കൊയറിന്റെ ലീഡർ. കാരണം അതിനുള്ള കോളും ടാലന്റും ഉള്ള ഒരാളാണ് അലൻ ബ്രദർ. क्या अगर हमें बुजुर्गों का एक बोलते ना कि कोयर रहता तो उनका लीडर रहता था. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? सभी लोग सुन रहे हैं ना? 5.5 വർഷം ലേറ്റ് ആയതുകൊണ്ട് 5.5 साल लेट हुआ. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. परमेश्वर को आराधना, അപ്പൊ आत्मा में ലേറ്റ് सत्य में आराधना. ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. तो लेट हुआ बोल के कोई समस्या नहीं है. If something is getting delayed because of divine purpose, अगर कुछ चीजें देरी हो रही है तो स्वर्गीय कारण से हो रहे हैं. നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുന്നത് ലേറ്റ് ആകുന്നത് സ്വർഗീയ പദ്ധതിയുടെ ഭാഗമാണ്. आपके जीवन में कुछ चीजों को देरी होना स्वर्गीय पद्धति का योजना है. അനുഗ്രഹമാണ്. वो एक आशीष അത് है, നന്മയ്ക്കാണ്. वो भलाई के लिए है. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് परमेश्वर से प्रेम करने वाले, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് उसके उद्देश्य जो बुलाया गया है, പറഞ്ഞാട്ടെ, सभी लोग बोले, എല്ലാവരും പറഞ്ഞാട്ടെ, സകലതും सब कुछ, ചിലതല്ല, कुछ कुछ नहीं, ചിലതല്ല, कुछ कुछ नहीं, സകലതും सब कुछ, സകലതും सब कुछ, സകലതും सब कुछ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. आप भलाई के लिए Are you a person loving God? क्या है? आप परमेश्वर से प्रेम करते हैं? Are you a person loving God? क्या आप परमेश्वर से प्रेम करने Are वाले you हैं? a person loved by God? क्या आप वो व्यक्ति है परमेश्वर के द्वारा प्रेम किया हुआ है? ഹശകൽ പാന്താന ഹോജമാനരം ശൽഖമന ദുലഭം ശൽഖമന. यीशु मसीह का नाम. ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? कि जो परमेश्वर से प्रेम रखने ദൈവം वाले हैं, സ്നേഹിക്കുന്നവരാണോ? जो परमेश्वर जिससे प्रेम നിങ്ങളുടെ करते हैं, ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലതും आपके जीवन वाला हर एक बात അത് നല്ലതായിരിക്കത്തില്ല. वो अच्छा नहीं होगा. മോശം അനുഭവങ്ങളായിരിക്കാം, हो सकते कुछ खराब चीज है, हो പരാജയങ്ങളായിരിക്കാം. सकते पराजय है. അതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് जो पराजय है वो भी भलाई का कारण होगा. പൗലോസിന്റെ യാത്ര തുടങ്ങിയപ്പോൾ जब पौलुस का यात्रा शुरू हुआ, വലിയ കപ്പൽ, जो जहाज है അന്നത്തെ കാലത്തെ ഒരു വലിയ കപ്പൽ, वो बड़ा एक जहाज था. 100-200 ചില്ലുവാനും ആളുകളുണ്ട്. 100-200 लोग थे उसमें അവരുടെ अंदर. യാത്രയ്ക്കുള്ള ഭക്ഷണമുണ്ട്. उनके यात्रा का भोजन था താളക്കാർ അകമ്പടിക്കുണ്ട്. और सैनिक भी थे उसमें. പക്ഷെ ആരും പൗലോസിനെ കേൾക്കാൻ തയ്യാറല്ല. लेकिन कोई भी पौलुस को सुनने को तैयार नहीं है, പൗലോസിന്റെ അനോയിന്റിംഗ് എന്താണെന്ന് അവർക്കറിയത്തില്ല. क्योंकि पौलुस का अभिषेक क्या उन्हें पता नहीं പൗലോസിനെ है. അവരിന്ന് കാണുന്നത് കുറ്റവാളിയായിട്ടാ. कि पौलुस को वो एक गुनहगार देखता है. പക്ഷേ लेकिन കാറ്റ് വിരോധമായിട്ട് വീശാൻ പോകുമ്പോൾ, जब हवा जब विरोध में आता है, കാറ്റെതിരായിട്ട് വരാൻ പോകുമ്പോൾ हवा क्या बन के आया, നിന്നിലുള്ള അനോയിന്റിംഗ് എന്താണെന്ന് ലോകം കാണാൻ പോകുക. तो तेरा अभिषेक क्या दुनिया देखेगा. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, जो बाजू में उसको बोलो, പൊതുവെ കാറ്റെതിരായിട്ട് വരുന്നത് എന്തിനാണെന്നറിയാമോ? क्या आपको पता है हवा क्यों विरोध में आ रहा है? കേൾക്കുന്ന ലൈവിൽ കേൾക്കുന്ന ദൈവമക്കളെ, जो लाइव में सुन रहे हैं आपके लिए, നിന്റെ എതിരായിട്ട് കാറ്റ് വരുന്നത് എന്തിനാണെന്നറിയാമോ? तेरे विरुद्ध में हवा क्यों आ The रहा world है? is going to see your anointing. कि दुनिया Hallelujah. आपका अभिषेक देखने वाला है. അഭിഷേകം
അഭിഷേകത്തെ ലോകം കാണാൻ പോവുകയാണ്. तेरे अभिषेक को दुनिया देखेगी. എതിരായിട്ടൊരു കാറ്റ് വരുമ്പോൾ जब विरुद्ध में तेरे हवा आता അത് है, നിന്നെ തകർത്ത് കളയാനല്ല, वो तुझे नाश करने के लिए അത് नहीं നിന്നെ है. മുടിച്ചു കളയാനല്ല, वो तुझे नाश करने के लिए നിന്നെ नहीं है. സിംഹക്കുഴിയിൽ ഇറക്കിയാൽ जो तुझे शेर की गुफा में അത് उतारा, നിന്നെ തകർത്ത് കളയാനല്ല, वो तुझे नाश करने के लिए नहीं അത് है. നീ ആരാന്ന് തെളിയിക്കാനാ. वो तू कौन है साबित करने के നീ लिए. അഗ്നിക്കകത്ത് ഇറങ്ങുമ്പോൾ, നീ അഗ്നിക്കകത്ത് ഇറങ്ങുമ്പോൾ जब तू अग्नि में उतरेगा, അത് നിന്നെ തകർത്ത് കളയാനല്ല, वो तुझे भस्म नहीं നീ करेगा. ആരാന്ന് തെളിയിക്കാനാ. तू कौन है साबित ചിലർ करेगा. വിളിച്ചു പറഞ്ഞാട്ടെ, जो कुछ लोग मुंह खोल के बोलो, സിംഹക്കുഴിയിൽ ഇറങ്ങിയാലും अब भले मैं शेर की गुफा में उतरूं, കുണ്ടത്തിൽ ഇറങ്ങിയാലും मैं अग्नि में उतरूं, ഞാൻ തകർന്നു പോകത്തില്ലെന്ന് मैं नाश नहीं होगा. തെളിയിക്കും ഞാൻ ആരാണെന്ന്. कि परमेश्वर साबित करेगा ഓ, तू कौन है. അവൻ എന്റെ സ്പിരിച്വൽ പ്രൊമോഷൻ വെളിപ്പെടാൻ പോവുകയാണെന്ന്. मेरा आत्मिक प्रमोशन प्रकट होने वाला है. ഹലോ, ഇത്രയും നാളും इतना दिन ഈ 3 യഹൂദ ബാലന്മാർ ये 3 यहूदी बालक ഇന്ന പൊസിഷനിലല്ല, कि जो पोजीशन में നിന്ന था, പദവിയിലല്ല, उस पदवी में नहीं था. അഗ്നിന്ന് വെളി വന്നു കഴിഞ്ഞപ്പോൾ कि अग्नि से बाहर निकलने के വചനം बाद പറയുന്നു, वचन कहता है രാജാവ് ഇവർക്ക് ഉയർച്ച കൊടുത്തു. कि राजा ने उन्हें उठाया. ഉയർച്ച കൊടുത്തത് രാജാവല്ല, उठाया राजा ने. പ്രൊമോഷൻ കൊടുത്തത് രാജാവല്ല, प्रमोशन राजा ने नहीं दिया. പ്രൊമോഷൻ കൊടുക്കാൻ രാജാവ് നിർബന്ധിക്കപ്പെട്ടു. कि राजा प्रमोशन देने के राजा जबरदस्ती किया गया. നിർബന്ധിക്കപ്പെട്ടു. राजा को जोर दिया गया. പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. राजा बिना प्रमोशन दिए नहीं रह सकता था. എന്തുകൊണ്ട്? क्यों? തീക്ക് ദഹിപ്പിക്കാൻ പറ്റാത്തവനെ, जो आग को भस्म नहीं कर पाया, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനെ, जीवित परमेश्वर को आराधना ആര് करने वाला, ഒതുക്കാൻ നോക്കിയാലും ഒതുങ്ങാത്തവനെ, जो कोई भी दबाने को देगा ആര് नहीं दबाने ഒതുക്കാൻ वाला, നോക്കിയാലും ഒതുങ്ങാത്തവനെ जो कोई दबा नहीं सकता, അവന് പ്രൊമോഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. उसको प्रमोशन देना ही होगा. ചില വിളിച്ചു പറഞ്ഞാട്ടെ, कुछ लोग चिल्ला के അതല്ല, गए, റംഷകമനർ, ലോകത്തിന്റെ നേതാക്കന്മാർ രാജാക്കന്മാരല്ല എനിക്ക് പ്രൊമോഷൻ തരുന്നത്. दुनिया का नेता या दुनिया का राजा नहीं जो मुझे उठाता है. ഞാൻ ആരാന്ന് തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. मैं कौन है साबित करने वाला परमेश्वर है. ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നെന്ന് തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. मैं जीवित परमेश्वर को आराधना करते साबित करने वाला एक परमेश्वर. ഹല്ലേലൂയ. हालेलुया. ഹാ. നാളെ ലോകം അറിയാൻ പോകുക कल दूसरा एक होने वाला है. നീ ആരാണെന്ന്. तू कौन है. ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പകൽക്കാലം ദൂത് വിളിച്ചു പറയുക. कुछ लोग को देखिए पवित्र आत्मा वाणी देता है. ഇന്ന് നിനക്ക് കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ. आज तेरे को दोषी रहेगा. ഇന്ന് നിന്നെ ആളുകൾ വിളിക്കുന്നത് പല പേരിലാ. आज तुझे लोग दूसरे दूसरे नाम से ഇന്ന് बुलाते ലോകം हैं. കാണുന്നത് നിന്റെ കയ്യിലെ ചങ്ങലയാ. कि आज लोग तेरे हाथों में जंजीरों को ഇന്ന് देखता है. പട്ടാളക്കാർ നിനക്ക് കാവല് നിൽക്കുകയാ. आज सैनिक तेरे को हालेलुया. चौकीदारी कर रहे നീ हैं. ഒരു കുറ്റവാളി എന്ന തരത്തിൽ നിന്നോട് പെരുമാറുകയാ. आज तुझे गुनहगार देख रहे हैं. പക്ഷെ കാലം മാറാൻ പോകുകയാ. आमीन हालेलुया. लेकिन समय बदलने वाला ദൈവത്തിന്റെ है. ആത്മാവ് പറയുന്നു, परमेश्वर की आत्मा कहता है സീസൺ മാറാൻ പോകുകയാണെന്ന്. कि मौसम बदलने वाला है. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, परमेश्वर की आत्मा कहता है സീസൺ മാറാൻ പോകുകയാണെന്ന്. सीजन बदलने നീ वाला है. ആരാന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സീസൺ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ तू പോകുകയാണ്. कौन है साबित करने वाला एक मौसम पर आने वाला है. പരിശുദ്ധ വ്യക്തമായി പറയുന്നു, पवित्र आत्मा साफ साफ कहता നിങ്ങളുടെ है ആത്മിക ജീവിതത്തിന്റെ സീസണ് ഈ നാളുകളിൽ കർത്താവ് മാറ്റുമെന്ന്. तुम्हारा आत्मिक जीवन का मौसम को परमेश्वर इन दिनों में बदलेगा. ഹലോ, എന്തിനു വേണ്ടിയാ മാറ്റുന്നത്? किस चीज के लिए बदलेगा. നിന്നെ മുക്കിക്കളയാനല്ല, तुम्हें डुबाने के लिए नहीं, നിന്നെ തകർത്ത് കളയാനല്ല. तुम्हें नाश करने के लिए നീ नहीं. ആരാന്ന് കപ്പലിലുള്ളവർ അറിയാൻ പോകുകയാണ്. कि तू कौन है कि वो जहाज में जो है वो जानेगा. നിന്റെ വാക്ക് കേൾക്കാത്തവർ, जो आज तेरा बात नहीं सुनता നാളെ है. നിന്റെ വാക്ക് കേൾക്കണമെങ്കിൽ, कि अगर तेरी बातें सुनना है നാളെ तो നിന്നോട് പ്രവചന ദൂത് ചോദിക്കണമെങ്കിൽ, और कल तुझसे भविष्यवाणी का दूध पूछना നാളെ है എനിക്ക് വേണ്ടി ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് तो പറയണമെങ്കിൽ, कल मेरे लिए भाई जरा प्रार्थना करने के लिए कहना है तो ദൈവം നീ ആരാണെന്ന് തെളിയിക്കാൻ പോകുകയാണ്. परमेश्वर तू कौन है साबित करने वाला है. ശിവ ബ്രദറെ പരിശുദ്ധാത്മാ പറയുന്നു, शिव ब्रदर पवित्र आत्मा कहता है വിളിച്ചത് ദൈവമാണെങ്കിൽ, अगर बुलाया परमेश्वर है तो നീതീകരിക്കുന്നത് ദൈവമാണെന്ന്. कि धार्मिक परमेश्वर करता है. വിളിച്ചവനെ നീതീകരിക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന്. जो बुलाया उसको जस्टिफाई करना परमेश्वर का काम है. വിളിയുണ്ടോ? अगर बुलावट है ദൈവം തെളിയിക്കുമെന്ന്. परमेश्वर साबित करेगा. വിളിയുണ്ടോ? बुलावट है ദൈവം വിളിയെ തെളിയിക്കുമെന്ന്. कि परमेश्वर बुलावट को साबित എന്നെ करेगा. ദൈവം എന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാ. कि पासवान को परमेश्वर सिखाया वो बातें. വിളിച്ചിട്ട്
बुला के ഞാൻ തെളിയിക്കേണ്ട ആവശ്യമില്ല ഞാൻ കർത്താവിന്റെ ദാസനാണെന്ന്. कि मुझे साबित करने की जरूरत नहीं, परमेश्वर എന്നെ का दास വിളിച്ച हूं। കർത്താവ് തെളിയിക്കും. आमीन आमीन, मुझे बुलाया परमेश्वर साबित करेगा। വിളിച്ചവനെ നീതീകരിക്കുന്ന ദൈവം തെളിയിക്കുമെന്ന്. जो बुलाया उसको सिद्ध करने वाला परमेश्वर है। സഹോദരങ്ങളെ, जो भाइयों, നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം, अगर आपको दोष होगा പക്ഷെ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. लेकिन परमेश्वर साबित करेगा। നിന്റെ ജീവിതത്തിന് ആത്മിക മൗസം, ആത്മിക സീസൺ മാറാൻ പോകുകയാണ്. तुम्हारे जीवन का आत्मिक मौसम जो है बदलने वाला है। ഒരു ഈസ്റ്റേൺ വിൻഡ്, ഈശാന മൂലൻ അടിക്കുകയാ. एक ईस्टर्न विंड जो आने वाला है आया। ഈശാന മൂലൻ, ഈശാന മൂലൻ അങ്ങനെയല്ല മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ആണോ? നിങ്ങളുടെ ഈശാന മൂലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈശാന ദിക്ക് എന്ന് പറഞ്ഞൊരു ദിക്കുണ്ട് കേട്ടോ. ഈശാന ദിക്ക് ഇവിടെ മലയാളമാ. ഈശാന ദിക്ക്, ईशाना दिक बोल के मलयालम में ईशाना मतलब डायरेक्शन, गति करके एक शब्द है ईशाना. ईशाना बोल के गदी है। അതിന്റെ അർത്ഥം എന്താണെന്നറിയാ? उसका अर्थ क्या है? അതിന്റെ അർത്ഥം उसका अर्थ है ഈ നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച്, भारत का संस्कार के हिसाब से ഹല്ലേലൂയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കാണത്. एक खास एक जगह है। ഈ നിലവിളക്കൊക്കെ കത്തിക്കുമ്പോൾ അവിടുന്ന് കത്തിച്ചു തുടങ്ങണം എന്നാ പറയുന്നത്. कि जब दिया जलाते तो वहां से जला के शुरू करना है। ഈസ്റ്റേൺ ഡയറക്ഷനിലേക്കാ പോകുന്നത്. वो एक ईस्टर्न डायरेक्शन की ओर जाता है। നമ്മൾ മുമ്പേ അലംബ്രദറും ശോഭ സിസ്റ്ററും പറഞ്ഞു, आलम ब्रदर सोपर सिस्टर ने कहा ഈ മുഹൂർത്തമൊക്കെ തുടങ്ങുന്നത് അവിടുന്ന് അല്ലേ? कि मुहूर्त सब जो वहां से शुरू होता है। ഞാൻ അതൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. मैं उसको जो कनेक्ट कर रहे हैं, മുഹൂർത്തം, സമയം, समय। അപ്പൊ ഇപ്പൊ ഈ ഈശാന ദിക്കിൽ നിന്ന്, ये जो ईस्ट साइड से, കേരളത്തിലൊക്കെ വാസ്തു നോക്കി പരപണിയുന്നോട് ഈശാന ദിക്ക് നോക്കിയാ പണിയുന്നത്. कि केरला में जब घर बनाते हैं तो क्या कि वो पूर्व की ओर जाके बनाता ഇപ്പൊ है। തന്നെ ഈ വാസ്തുവിന്റെ മുഹൂർത്തത്തിന്റെ ദിക്കിൽ നിന്ന് ആർക്കെതിരെയാ കാറ്റ് വരുന്നത്? अब यहाँ से किसके विरुद्ध में हवा आ रहा है? ദൈവദാസനെതിരെ, परमेश्वर के दास के विरुद्ध മുക്കാൻ में। വേണ്ടിയാ വരുന്നത്. उसे डुबाने के लिए പക്ഷെ आता है, മുക്കാൻ പറ്റത്തില്ല लेकिन കേട്ടോ. उसे डुबा नहीं सकता। കാലം എന്തുമാകട്ടെ, कि कुछ भी काल हो, മുഹൂർത്തം എന്തുമാകട്ടെ, मुहूर्त कुछ भी हो, ജാതകം എന്തുമാകട്ടെ, कि कुछ भी हो, നീ യേശുവിന്റെ പൈതലാണെങ്കിൽ अगर तू परमेश्वर यीशु का बच्चा है, മുക്കത്തില്ലെന്ന്. तुझे डुबाएगा नहीं। ചിലപ്പോൾ എന്റെ സമയദോഷമാണെന്ന് പറയും. कुछ लोग बोलते हैं मेरा समय का ഞാൻ काल है, പറയും എന്റെ സമയം സൂപ്പറാ. मैं कहता मेरा समय सबसे बेहतरीन എന്റെ है। സമയം സൂപ്പറായിരിക്കുന്നത്? मेरा क्यों समय सुपर है? ഞാൻ ജനിച്ച സമയമല്ല, मैं जो जन्म लिया वो समय ഞാൻ नहीं, ക്രൂശിന്റെ മൂട്ടിൽ ജനിച്ച ഒരു ദിവസമുണ്ട്. कि मैं सूलीब के नीचे जन्म लिया एक दिन है। ഒരു ശനിയുടെ അപഹാരവും അമ്മേ! സംഭവിക്കാത്ത, कोई भी शनि हारी नहीं होने ഒരു वाला, ഗ്രഹത്തിന് ഇമ്പാക്ട് ചെയ്യാൻ പറ്റാത്ത, कोई भी ग्रह उस पे काम नहीं कर सकता। ഞാൻ വീണ്ടും ജനിച്ചൊരു ദിവസമുണ്ട്. मैं फिर से जन्म लिया एक दिन है। Are you listening me? Hallelujah. ഇവിടെ മണ്ണിൽ ജനിച്ചവരുടെ മേൽ यहाँ जो मिट्टी में जन्म लिया हुआ, ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾക്ക് സ്വാധീനമുണ്ടെന്നാ പറയുന്നത്. कि ऐसे ग्रहों को उसके ऊपर स्वाधीन പക്ഷേ है, എന്റെ മേൽ ആ സ്വാധീനങ്ങൾ ഇല്ലെന്ന്. लेकिन मेरे ऊपर वो नहीं है। രാശി മണ്ഡലത്തിന് സ്വാധീനമില്ലെന്ന്. कि ये जो मंडल को मेरे पे स्वाधीन नहीं है, രാശി മണ്ഡലം राशि मंडल അതിന് എന്റെ മേൽ സ്വാധീനമില്ലെന്ന്. वो मेरे ऊपर स्वाधीन नहीं है, ഗ്രഹങ്ങൾക്ക് എന്റെ മേൽ कि സ്വാധീനമില്ലെന്ന്. ग्रहों को मुझ पे प्रभाव नहीं है। എന്തുകൊണ്ട് സ്വാധീനമില്ലെന്ന്? क्यों प्रभाव नहीं है? എല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് എന്നും നല്ല കാലമാ, कि मुझे हर दिन हर सही समय है। എനിക്ക് सभी എന്നും लोग बोलो നല്ല കാലമാ. मुझे सब दिन अच्छे समय है। എന്തുകൊണ്ടെന്നറിയാമോ? क्यों? ദിക്കും ദിശയും ഒന്നുമല്ല എന്നെ നിയന്ത്രിക്കുന്നത്. मुझे दिशा या समय नहीं होता है। ഹലോ, നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഈ എന്തെങ്കിലും പുതിയ കാര്യം തുടങ്ങണമെങ്കിൽ ആളുകൾ ചൊവ്വാഴ്ച ചെയ്യത്തില്ലായിരുന്നു. ചൊവ്വാഴ്ച कि अगर കേരള में मंगलवार का कुछ नया शुरुआत करता है. मंगलवार को कोई नया चीज शुरू नहीं करता है। എനിക്കറിയത്തില്ല, എൻ്റെ കോളേജ് അഡ്മിഷൻ എല്ലാം ഞാൻ ആദ്യം തുടങ്ങുന്നത് ചൊവ്വാഴ്ചയായിരുന്നു. कि पास्टर जो भी कॉलेज एडमिशन है मंगलवार को होता था। ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ഇതൊന്നൊരു വിഷയമില്ലെന്ന്. परमेश्वर के बच्चों के कोई നാൾ समय नहीं, നോക്കേണ്ട പ്രശ്നമില്ലെന്ന്. हमें समय देखने की जरूरत नहीं രാശി है, നോക്കേണ്ട राशि പ്രശ്നമില്ലെന്ന്. देखने की जरूरत नहीं है। ഹല്ലേലൂയ. हालेलुया। ഹോറോസ്കോപ്പ് നോക്കേണ്ട പ്രശ്നമില്ലെന്ന്. हॉरोस्कोप देखने की जरूरत नहीं है। ഇതൊന്നുമല്ല നിന്നെ നിയന്ത്രിക്കുന്നത്. ये कोई नहीं जो तेरे नियंत्रण करता है। നീ വീണ്ടും ജനിച്ചവനെങ്കിൽ, अगर तू फिर से जन्म നീ लिया है, സ്വർഗ്ഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനെങ്കിൽ, यदि स्वर्ग के जीवन के किताब में तेरा नाम है, അതാണ് നിന്റെ ശരിയായ ജന്മദിവസം കേട്ടോ. वो है तेरा सही में जन्मदिन। ബാക്കിയെല്ലാം കഴിഞ്ഞു പോയി. बाकी सब बीत गया। ചിലരെ നോക്കി പരിശുദ്ധാത്മാ പറയുക, कुछ लोगों को देखे पवित्र നീ आत्मा कहते हैं വീണ്ടും ജനിച്ചപ്പോൾ നീ ദൈവ പൈതലായി. कि तू फिर से जन्म लिया तो तू परमेश्वर का അതിനു बच्चा हुआ। മുമ്പ് ഭൂമിയിൽ എന്തൊക്കെ ജാതിയുടെ മതത്തിന്റെ ബന്ധനങ്ങൾ നിന്റെ മേലുണ്ടോ അതെല്ലാം കഴുകപ്പെട്ടു. उससे ഹല്ലേലൂയ. पहले जो भी पृथ्वी में जो भी जाति या जो भी धर्म का बंधन तो सब निकल गया। പാരമ്പര്യങ്ങളുണ്ടോ അത് പോയി.
हर एक परंपरा निकल गया। നിങ്ങൾക്ക് ഇന്നൊരു ജാതിയില്ലെന്ന് आज तुम्हें एक जाति नहीं है, നിങ്ങൾക്ക് ഇന്നൊരു ജാതിയില്ല. आज तुम्हें एक जाति नहीं है, യേശുവിന്റെ പൈതലാ. पर यीशु का बच्चा हो। ഹലോ, हालेलुया। ഉയർന്ന ജാതി താഴ്ന്ന ജാതി ഒന്നും സ്വർഗത്തിലെ പുസ്തകത്തിൽ ഇല്ല കേട്ടോ. ऊंची जात नीची जात ऐसा कोई स्वर्ग की किताब में नहीं है। ധൈര്യത്തോടു കൂടെ പറഞ്ഞാട്ടെ, आप धैर्य से बोलो, യേശുവിൽ പുതിയ സൃഷ്ടിയാ. मैं यीशु में नया सृष्टि है, യേശുവിൽ പുതിയ സൃഷ്ടിയാ. मैं यीशु में नया सृष्टि है। പഴയതെല്ലാം കഴിഞ്ഞു പോയി. बाकी सब बीत गया, देखो सब कुछ नया बन गया. എല്ലാം പുതിയതായി, देखो सब कुछ नया बन गया. എല്ലാം പുതിയതായി, देखो सब कुछ नया बन गया. എല്ലാം പുതിയതായി, സകലതും. सब कुछ, ചിലതെല്ലാമല്ല, कुछ कुछ चीजें नहीं, ചിലതെല്ലാമല്ല, कुछ कुछ चीजें नहीं, പറഞ്ഞാട്ടെ, സകലതും. सब कुछ, സകലതും. बोलो सब कुछ, ഹല്ലേലൂയ, പുതിയതായിരിക്കുന്നു. सब कुछ नया हो गया। आमीन। ഹല്ലേലൂയ, സകലതും सब कुछ, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന്. सब कुछ भलाई के लिए होगा, ചിലതൊക്കെയല്ല, कुछ कुछ नहीं, സകലതും. सब कुछ। आमीन। ചിലതൊക്കെയല്ല, സകലതും. कुछ कुछ नहीं, In सब every कुछ, area of your life, सारे जगह, every area of your life, अपने जीवन के सारे मंडल, അത് പുതിയതായെന്ന്, वो नया हो അത് गया, നന്മയായെന്ന്. वो भलाई हुआ। തിന്മയ്ക്കായി ശത്രു കൊണ്ടുവന്നത്, जो बुराई के लिए शत्रु लाया, തിന്മയ്ക്കായി വന്ന കൊടുങ്കാറ്റ്, जो बुराई के लिए आया तूफान, തിന്മയ്ക്കായി വന്ന സിംഹക്കുഴി, जो बुराई के लिए आया शेर की गुफा, തിന്മയ്ക്കായി വന്ന അഗ്നി ചൂള, जो बुराई के लिए आया अग्नि നീ बनी, ആരാന്ന് തെളിയിക്കാൻ പോകുക. तू साबित किया तू कौन है। പൗലോസ് ഒന്ന് രണ്ട് ദൂതൊക്കെ പറഞ്ഞു നോക്കി. पौलुस ने एक दो वाणी बताया। എന്താ ദൂതെന്നറിയാം? क्या था वाणी? ഈ കാറ്റ് എപ്പോഴും ഇങ്ങനെ നിൽക്കത്തില്ല. ये तूफान इस प्रकार नहीं रुकेगा, എതിരായിട്ടൊരു കാറ്റ് വരാൻ പോവാ കേട്ടോ. किसके विरुद्ध में एक तूफान आने वाला है। ഒരു ദൂത് പറയട്ടെ, मैं आपसे एक वाणी कहता हूं, പ്രാർത്ഥിക്കുന്നവന് जो प्रार्थना करता है, ഇന്നത്തെ ക്ലൈമറ്റ് അല്ല, आज का क्लाइमेट नहीं, കാറ്റ് തുടങ്ങുന്നതിന് മുമ്പ്, कि तूफान आने से पहले, കാറ്റിന്റെ ഭണ്ഡാരഗ്രഹത്തിൽ കാറ്റ് ജനിക്കുന്നതിന് മുമ്പ്, तूफान के जो भंडार में उसके പിശാച് जन्म लेने से നിനക്കെതിരെ पहले, കാറ്റ് കോൺസ്പയർ ചെയ്യുന്നതിന് മുമ്പ്, कि शैतान तेरे विरुद्ध तूफान लाने से പിശാച് पहले, നിനക്കെതിരെ കാറ്റിന്റെ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ്, कि शैतान तेरे विरुद्ध में कुछ बीज बोलने से ആത്മമണ്ഡലത്തിൽ पहले, പ്രാർത്ഥനയിൽ തിരിച്ചറിയാൻ कि പറ്റുമെന്ന്. आत्मिक मंडल में प्रार्थना में तू वो जानेगा। ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ? आपने जो बोला सुना, ദൈവ പൈതലെ, പിശാചിന്റെ പദ്ധതി, फिर शैतान का जो അടുത്ത വർഷം ഒഴുക്കുന്ന പദ്ധതി अगले साल का जो पद्धति ഇന്ന് है, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ട് വരണം. आज के तेरे प्रार्थना कमरे में प्रकट होकर आना है। അടിക്കുമ്പോഴല്ല അറിയേണ്ടത്, कि जब होगा तब എല്ലാം नहीं, അനുകൂലമായി പോകുമ്പോൾ, जब सब कुछ सही चलता है, എല്ലാം അനുകൂലമായി പോകുമ്പോൾ जब सब कुछ सही चलता है, പൗലോസ് പ്രവചിക്കുകയാ. पौलुस भविष्यवाणी दे रहे അങ്ങ് हैं, ദൂരെ, आगे दूर, അങ്ങ് കിഴക്കെവിടെയോ दूर के ही तो നമുക്കെതിരെ ഒരു കാറ്റ് വിതച്ചിട്ടുണ്ട് കേട്ടോ. हमारे विरुद्ध में तूफान आ रहा है। ഹദല റംഷൽ കാമാ ചേൽ തേല ഹലോ, പൗലോസ് പ്രവചിച്ചു, पौलुस ने भविष्यवाणी दिया, ഈ കാണുന്ന മന്ദമായ കാറ്റൊക്കെ മാറാൻ പോകുക. ये जो हवा बदलने वाला है, പക്ഷേ लेकिन അവരിതൊന്നും ശ്രദ്ധിച്ചില്ല. उन्होंने ध्यान नहीं दिया। അവര് ക്യാപ്റ്റന്റെ വാക്കാ കേട്ടത്. वो कैप्टन की बातें सुना। ക്യാപ്റ്റൻ പറഞ്ഞു, कैप्टन ने कहा, എനിക്ക് സീസൺ അറിയാം, मुझे सीजन मालूम है, എത്ര നാളായിട്ട് ഞാൻ ഇതിലൂടെ കപ്പൽ ഓടിക്കുന്നു, कितने समय से मैं यहाँ से जहाज चलाता हूँ, കാറ്റ് അനുകൂലമാ, क्या जो हवा है ഈ अनुकूल है, സീസണിലെതിരായ കാറ്റില്ല. इसमें विरुद्ध में कोई तूफान नहीं है। ഹലോ, ക്യാപ്റ്റൻ എന്താ പറഞ്ഞത്? ഈ സീസണിൽ എതിരായ കാറ്റില്ല. बोले कि इस मौसम में ऐसा तूफान नहीं പക്ഷെ है। പൗലോസിന്റെ പ്രവചനം അവർ നിഷേധിച്ചു. पौलुस की बातों को उन्होंने काटा, കാലം മാറാൻ പോകുക കേട്ടോ, कि समय बदलने वाला है, സീസൺ മാറാൻ പോകുക सीजन കേട്ടോ. बदलने वाला നീ है। ആരാന്ന് തെളിയുന്ന സീസൺ. आमीन। तू कौन है साबित होने वाला है। ഹല്ലേലൂയ. കൊടുങ്കാറ്റ് ഉയർന്നു വന്നാലും ये तूफान भले आ നീ जाए, ഭയപ്പെടേണ്ടെന്ന്, तुझे डरना नहीं है, അതൊന്നും നിന്നെ മുക്കാനല്ലെന്ന്, वो तुझे നീ डुबाएगा नहीं। ആരാന്ന് तू തെളിയിക്കാനാണ്. कौन है साबित करेगा। അറിയാം ചരിത്രം എന്താന്ന്? तो आपको पता है इतिहास क्या है। കുറെ കഴിഞ്ഞപ്പോൾ कुछ समय के बाद സംഭവം എല്ലാം അങ്ങ് തിരിഞ്ഞു. वो सब बदल गया। ക്യാപ്റ്റന്റെ कैप्टन का എക്സ്പീരിയൻസ് ബുക്കിൽ ഇല്ലാത്ത ഒരു കാറ്റ്, उसके एक्सपीरियंस किताब में नहीं था वैसा एक तूफान, ക്യാപ്റ്റൻ അന്ന് വരെ കാണാത്തൊരു കാറ്റ്, कि कैप्टन ने उस दिन तक नहीं देखा वैसा एक तूफान, ജിയോഗ്രഫിയുടെ പുസ്തകത്തിൽ ഇല്ലാത്തൊരു കാറ്റ്, ज्योग्राफी का किताब में नहीं है वैसा एक ആ तूफान, സീസണിൽ ഇല്ലാത്തൊരു കാറ്റ്, उस सीजन में नहीं है वैसा एक 14 तूफान, ദിവസം ഇരുട്ട്. कि ഹല്ലേലൂയ. 14 दिन अंधकार। അന്ന് രാത്രി പൗലോസിന്റെ മുറിക്കകത്ത് ദൂതൻ ഇറങ്ങി വരികയാ. उस दिन रात को पौलुस के कमरे में दूध आता है। പൗലോസിനോട് പറയും, നീ പേടിക്കണ്ടാടാ, पौलुस को बोलता, तू നീ डर ഇന്ന് मत, വരെ ഇവിടെ ഒറ്റയ്ക്കാ,
तू आज तक यहाँ अकेला നാളെ है। നീ പറയുന്നത് ഇവര് കേൾക്കാൻ പോകുക. कल से तू जो बोलेगा ഈ सुनेंगे। കപ്പലിലുള്ളവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ये പോകുകയാണ്. जो जहाज में वो तेरे हाथ में दे रहा हूँ। ഇന്ന് വരെ ക്യാപ്റ്റന്റെ ചിന്ത ഞാനാ ഇവനെ കൊണ്ടുവന്നെന്നാ. आज तक कैप्टन को लगा मैं നാളെ ले जा रहा हूँ। ലോകം അറിയാൻ പോകുക कल दुनिया जानेगा നീയാണ് അവരെ നടത്തുന്നതെന്ന്. तू इन्हें चला रहा है। ഹദലാ ഷെക്കൽ. ഹലോ, ശക്തമായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. कि सामर्थ से परमेश्वर धन्यवाद दे। ഇത് ആരാധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉന്തിത്തള്ളി സ്റ്റാർട്ട് ആക്കുന്ന ദൈവമക്കൾ ആകലെ സ്റ്റാർട്ട് ആയിക്കോണം, തീ പിടിച്ചോണം. ഹല്ലേലൂയ. जैसे पिछले हफ्ते बोला आपको धक्का देके स्टार्ट नहीं होना, आपको खुद स्टार्ट होना है। പ്രൈസ് ചെയ്യണമെങ്കിൽ സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചോണം. आपको धन्यवाद देना है तो देना है അതിനാ धन्यवाद। സഭ വന്നത്. वैसे कलीसिया के लिए आया है। കർത്താവിന് അത് ഇഷ്ടമാണ്. परमेश्वर की इच्छा है। നിങ്ങൾ സ്തുതിക്കായിരുന്നു കർത്താവ് ഇവൻ എന്നാ പറ്റിയടാ. अगर आप स्तुति नहीं है तो परमेश्वर जी इसको क्या हुआ? ഫിലിപ്പാസിൽ ഈ ചങ്ക് പൊട്ടി പ്രസംഗിച്ചിട്ട് ഇവരെന്താ മിണ്ടായിരിക്കുന്നത്? इतना प्रचार करने के बावजूद भी ऐसे क्यों बैठा है? കർത്താവിന് സ്തോത്രം. കൊർന്നേലിയോസിന്റെ വീട് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചല്ലോ. कि फ्राइडे को कॉर्नेलियस का घर के बारे में प्रचार പത്രോസ് किया। ഇന്റർനാഷണൽ കുത്തി പ്രസംഗക്കാരനായിരുന്നു. वो പത്രോസ് ഇന്റർനാഷണൽ കുത്തി कि പ്രസംഗക്കാരനായിരുന്നു. पत्रोस जो है इंटरनेशनल बोलता ना कि दोष देके प्रचार करने वाला था। പലയിടത്തിലെ പാസ്റ്റർ ഭയങ്കര കുത്തി പ്രസംഗം വന്നു. कि हम बोलते कि पासवान बहुत दोष देके പത്രോസ് ഇന്റർനാഷണൽ കുത്തി പ്രസംഗക്കാരനായിരുന്നു. कि पत्रोस जो इंटरनेशनल दोष देने वाला എന്താ था। പ്രസംഗിച്ചത്? क्या प्रचार किया? ഞാൻ യഹൂദനാ, मैं यहूदी ഞാൻ है, ഇന്ന് വരെ ഒരു ജാതിയുടെ വീട്ടിൽ കയറിയിട്ടില്ല, मैं एक जाति के घर पे नहीं गया, ഞങ്ങൾക്ക് കൂടെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. मैं ऐसा इसे അങ്ങനെ भोजन भी नहीं। പ്രസംഗം കഴിഞ്ഞാൽ ആരെങ്കിലും ആത്മാവ് പ്രാപിക്കും? ऐसा ही प्रचार में कोई आत्मा प्राप्त करेगा? നിങ്ങൾ പറ. അവരെല്ലാം പറയും പാസ്റ്റർ കുത്തി പ്രസംഗിക്കാൻ വന്നേക്കുന്നത്. बोले कि ये क्या है कि പക്ഷേ दोष देके കൊർന്നേലിയോസിന്റെ കുടുംബം പറഞ്ഞു പാസ്റ്ററെ കുത്തിക്കോ കുഴപ്പമില്ല, പാസ്റ്റർ അകത്തുള്ളത് മുഴുവൻ പോരട്ടെ, പക്ഷെ ഞങ്ങൾക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ. लेकिन कॉर्नेलियस के घर वाले आपको जो बोलना बोलो, मुझे हमें അതാണ് प्राप्त करना है। ആറ്റിറ്റ്യൂഡ് കേട്ടോ. वो है एटीट्यूड। പത്രോസിന്റെ ആറ്റിറ്റ്യൂഡ് മോശമായിരുന്നു. कि पत्रोस का रवैया പക്ഷേ गलत था। കൊർന്നേലിയോസ് കുടുംബം പറഞ്ഞു എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാ. कि कॉर्नेलियस और कुटुंब में कुछ भी बोलो स्वीकार करने को तैयार है। പത്രോസിന്റെ പ്രസംഗത്തിന്റെ മിടുക്കല്ല കേട്ടോ. इसलिए पत्रोस का प्रचार का ये नहीं പത്രോസ് കരുണയില്ലാത്ത പ്രസംഗം പ്രസംഗിച്ചത്. कि पत्रोस ने बिना करुणा का He प्रचार preached किया, without grace. वो Hallelujah. बिना ग्रेस का बोला। പക്ഷേ കർത്താവിന്റെ കരുണ ആ ജനത്തിന് മേൽ ഇറങ്ങി. लेकिन परमेश्वर का आने का उनके ऊपर उतरा। നമ്മൾ തയ്യാറാണെങ്കിൽ, यदि हम तैयार हैं, സ്തുതിക്കുവാനും ആരാധിക്കുവാനും തയ്യാറാണെങ്കിൽ, स्तुति और आराधना के लिए तैयार है എന്റെ तो മേലും നിന്റെ മേലും ഇന്ന് പകൽക്കാലം അസാധാരണ ദൈവശക്തി ഇറങ്ങും, സംശയമില്ല. मेरे और आपके ऊपर असाधारण परमेश्वर का सामर्थ्य उतरेगा, कोई शक नहीं। Hallelujah. हालेलुया। Thank you Jesus. ഈ പടകിലുള്ളവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ये जो जहाज में वो तेरे हाथ में दिया है, സംഭവം നിങ്ങൾക്ക് അറിയാണ്ടോ ഞാൻ ചുരുക്കി പറയുക. आपको पता है इसलिए मैं कम शब्दों में कहता हूँ। ഗതി അങ്ങ് മാറി. वो समय बदल गया। ഹല്ലേലൂയ. മെലിത്ത ദ്വീപിൽ വലിയ ദൈവപ്രവൃത്തി. मेल्तिया के द्वीप में बहुत बड़ा परमेश्वर का कार्य प्रकट। പൗലോസ് അങ്ങോട്ട് ചെന്ന് ഇറങ്ങിയല്ലേ. പൗലോസ് എല്ലാവരും ഉത്തര. തീ കായുക. എല്ലാവരും തീ കാഞ്ഞോണ്ടിരിക്കുക. हर एक जन आग देख रहे। പൗലോസിനെ ഒന്ന് ഇച്ചിരി വിറകെടുത്തുന്നിടാന്ന്. पौलुस को लगा कि कुछ लकड़ा उठा के डालता हूँ। പൗലോസ് ഒരു വിറക് പിടിച്ചു, അതിനകത്തുനിന്ന് ഒരു പാമ്പ് പുറത്തു വന്നു കടിച്ചെന്ന്. पत्रोस ने एक लकड़ी ली, उसके अंदर से एक सांप आया, उसे काटा। മെലിത്ത അല്ലേ. मिलता ഹല്ലേലൂയ. പാമ്പ് കടിച്ചെന്ന. सांप काटा। നമ്മൾ എന്തിനാ പൗലോസ് ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകുന്നത്? हम पूछे पौलुस क्यों ऐसा काम ഇത് करेंगे? ആവശ്യമില്ലാത്ത പരിപാടിയല്ല. ऐसा काम नहीं, ഇത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ये परमेश्वर कार्य प्रकट होने കപ്പൽ वाला है। മുങ്ങിയതും പാമ്പ് കടിച്ചതും ദൈവമഹത്വത്തിന് കാരണമായി തീരാൻ പോവുക. कि सांप जो है चुप के बैठा काटा ഞാൻ परमेश्वर महिमा മനസ്സിലാക്കിയ के കാര്യം लिए। പറയാം. मैं जो समझा एक बात कहता ഈ हूँ। ഈ ആ ദ്വീപവാസികളെല്ലാം വട്ടത്ത് നിൽക്കുക കേട്ടോ. वो द्वीप के सभी लोग चारों पास സാധാരണ बैठे। ദൈവം ഇവരോട് കാണിച്ചു. एक साधारण ध्येय बताया ഇവരൊക്കെ ഈ ദ്വീപവാസികളുടെ ചിന്ത ഇവരെല്ലാം പട്ടാളക്കാര് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന കൊള്ളക്കാരും ക്രൂരന്മാരും കൊലപാതകികളൊക്കെ പൗലോസിനെ ആ കൂട്ടത്തിൽ പെടുത്തിയേക്കുക. कि ये लोग क्या देखे, जो बोलते ना कि सिपाहियों ने लाया हुआ चोर लुटेरे ऐसे लोग हैं, वो पौलुस ने उसमें किया। ദ്വീപവാസികൾ ബർബരന്മാർ അല്ലെങ്കിൽ ഭാഷ അറിയാത്തവരാണെന്നാ പറയുന്നത്. कहते हैं कि जो द्वीप में रहने वाले भाषा नहीं जानने वाले हैं। പൗലോസിന് 3-4 ഭാഷ അറിയാം. पौलुस को 2-3 भाषा मालूम है। ഇതൊന്നും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. एक कुछ बोल के उन्हें समझ में नहीं आ रहा। എങ്ങനെ ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു കർത്താവിന്റെ ദാസനാണെന്ന്? अभी कैसे बता सकते हैं कि मैं परमेश्वर का दास हूँ? എന്തെങ്കിലും മാർഗമുണ്ടോ? कोई मार्ग है ഇവർ क्या? ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? वो क्या सोचता है? ഭയങ്കര കുറ്റവാളിയായിരിക്കുന്നത്. एक बहुत बड़ा गुनहगार है। മനുഷ്യനല്ല ഇച്ചിരി തീ കാഞ്ഞോട്ട്. बोला कि एक दया बता അതുകൊണ്ട് दो, വേദപുസ്തകം പറഞ്ഞ അസാധാരണതയാ. इसके लिए असाधारण दे। എന്താണ് കാരണം എന്നറിയോ? कारण क्या है? മനുഷ്യൻ മനുഷ്യനോട് സാധാരണ ദയ കാണിക്കും, कि इंसान इंसान से साधारण പക്ഷെ दया बता रहे, കുറ്റവാളികളോട് ദയ കാണിക്കത്തില്ല. लेकिन जो गुनहगार से दया नहीं ചത്തോട്ടെന്ന് दिखाते। പറയും. ഇവൻ കുറ്റവാളിയാ ചത്തോട്ടെന്ന് പറയും. बोले ये गुनहगार है, मरने പക്ഷെ दे। ഈ ദ്വീപവാസികൾ ഒരു അസാധാരണ ദയം കാണിച്ചു. എന്തായാലും മനുഷ്യനല്ലേ, ചാകണ്ട, അങ്ങ് എന്നിട്ട് എത്താ മതി. ഹല്ലേലൂയ. तो ये क्या द्वीपवासी लोग ने कि असाधारण दया बताया, बोले जो भी അസാധാരണ ദയ കാണിച്ചു. असाधारण दया बताया, അങ്ങനെയല്ലേ വചനം പറയുന്നത്. ऐसा वचन कहता है। എന്നിട്ട് और ഈ കൂട്ടത്തിലാ പൗലോസിനെ പെടുത്തിയേക്കുന്നത്. इस झुंड में पौलुस भी है। പൗലോസിന്റെ
കൈക്ക് പാമ്പ് കടിച്ചപ്പോൾ जब पौलुस के हाथ में ഈ सांप काटा, ദ്വീപവാസികൾ പറയാൻ തുടങ്ങി, ये इन सब ने ഈ कहा കൂട്ടത്തിലെ നമ്പർ 1 കുറ്റവാളി ഇവനാ. इस झुंड में सबसे बड़ा गुनहगार ये കടലിൽ है നിന്ന് രക്ഷപ്പെട്ടിട്ടും ദേ പാമ്പ് ഇവനെ വിടുന്നില്ല. कि नदी से वो बच गया लेकिन सांप इसे नहीं छोड़ रहा। യോനയുടെ കാര്യം കേട്ടതുപോലെ योना की बात जैसे सुना, യോന തന്നെ പറഞ്ഞു, എന്നെ എടുത്ത് കടലിൽ കളഞ്ഞു. योना ने बोला मुझे उठा के फेंक അപ്പൊ दे। ഇവര് പറഞ്ഞു കാണും, इन्होंने कहा യവൻ ഉള്ളത് കൊണ്ടാ ഈ കപ്പലിന് ഇതൊക്കെ സംഭവിച്ചത് കേട്ടോ. ये था बोल के जहाज में सब हुआ, യവനാ ഇതിനെല്ലാം കാരണം. ये है इन सब का कारण। യവനതോട് പാമ്പ് കടിച്ചിരിക്കുന്നു. इसको देखो सांप काटा, നീതി ദേവത ഇവനെ വിടാൻ തയ്യാറല്ല. धार्मिक देवता इसको छोड़ने को तैयार नहीं है, പക്ഷേ അത് ദൈവത്തിന്റെ പദ്ധതിയാ. लेकिन परमेश्वर की योजना है। ഹല്ലേലൂയ. ദൈവം ചിലപ്പോഴ് परमेश्वर कभी ഓഡിയോ മീഡിയ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ, जब ऑडियो वीडियो जब काम नहीं करता है, ഓഡിയോ മീഡിയ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ, जब ऑडियो मीडिया जब काम नहीं करता പറയുന്നത് है, മനസ്സിലാക്കാതിരിക്കുമ്പോൾ जब बात करते ദൈവം हो समझ में വിഷ്വൽ आता है, മീഡിയ ഉപയോഗിക്കും. वो परमेश्वर का विजुअल मीडिया यूज करता है। ഇവർക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല. इन्हें बोल के कुछ समझ में नहीं आ ദൈവം रहा है, പറഞ്ഞു, നമ്മുടെ വിഷ്വൽ മീഡിയ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞു. बोल के हमारा विजुअल मीडिया जो चालू എന്താ करता വിഷ്വൽ है। മീഡിയ? विजुअल मीडिया क्या है? ദേണ്ട പൗലോസിനെ പാമ്പ് കടിച്ചു. यहाँ पौलुस को सांप काटा, ഒരു വിധി പറഞ്ഞു, ഇവൻ ചാകും. इन्होंने निर्णय लिए मर जाएगा। മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ വീർക്കുന്നില്ല. समय हो गया लेकिन അവൻ बढ़ नहीं रहा है। അതിനെ അങ്ങ് കുടഞ്ഞു കളഞ്ഞത്. पौलुस ने उसे चटक दिया। അപ്പൊ ഇവർക്കൊരു കാര്യം മനസ്സിലായി, अब इसे एक बात ഇവനൊരു चला, സാധാരണ മനുഷ്യനല്ല. ये साधारण व्यक्ति नहीं है കൊത്തുന്ന പാമ്പിനെ കൊടയാൻ പവർ ഉള്ളവനാ. कि ये जो दसने वाला सांप को भी ऊपर ഇവൻ शक्ति है, കൊടയാൻ പവർ ഉള്ളവനാ. ये झटकने के लिए ഇവനിൽ शक्तिशाली है। അഭിഷേകമുണ്ടെന്ന് इसके ऊपर एक अभिषेक ലോകം है, അറിയാൻ പോകുക. दुनिया जानेगा। ഭാഷ അറിയാത്തവർ, जो भाषा नहीं मालूम, പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം കാണിച്ചു കൊടുക്കുക നീ ആരാണെന്ന്. कि जो समझ में नहीं आते उन्हें भी वो भाषा जो नहीं जानते उनको परमेश्वर दिखा के देगा कि तू कौन है। വാക്ക് മാറി. कि बातें बदल ഇവര് गया, പറയാൻ തുടങ്ങി, ये कहने ഇവൻ लगा സാധാരണക്കാരനല്ല. ये साधारण नहीं है। പിന്നെ ആ ദ്വീപിലെ ദ്വീപ് പ്രമാണിയുടെ അപ്പനോ ആരാ അസുഖമായി കിടക്കുന്നുണ്ട്, ഇടയ്ക്കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി. और फिर क्या वो द्वीप में एक व्यक्ति के घर पे लेके जाते जो बीमार है, ഭാഷ അറിയത്തില്ലല്ലോ. भाषा नहीं मालूम, പൗലോസ് അങ്ങനെ ആയിരിക്കും പ്രാർത്ഥിച്ചത്. पौलुस कैसे प्रार्थना किया होगा? പൗലോസ് ഗ്രീക്കിൽ പ്രാർത്ഥിച്ചു, पौलुस ग्रीक में प्रार्थना किया, കർത്താവ് ഗ്രീക്കിൽ കേട്ടു. परमेश्वर ग्रीक में सुना, ഇവർക്കൊന്നും മനസ്സിലായില്ല എന്താ इन्हें कुछ പറയുന്നത്. समझ में नहीं आया, പക്ഷേ ആള് ഹീലായി. लेकिन व्यक्ति चंगा हुआ। आमीन। എനിക്ക് സൗഖ്യമാകാൻ ഭാഷയുടെ कि ആവശ്യമൊന്നുമില്ല. बीमार को चंगा होने के लिए भाषा की जरूरत नहीं है। പണ്ട് ഒരു സജി എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ബീഹാറിലൊക്കെ ശുശ്രൂഷ ചെയ്തൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. രക്തസാക്ഷിയായി മരിക്കുവാനിടയായി. कि एक सजी बोल के परमेश्वर का दास था जो बिहार में रहते सेवकाई साक्षी किया, दिखाया वो कुर्बान हुआ। അദ്ദേഹത്തിന് ഹിന്ദി ഒട്ടും അറിയത്തില്ല. उसे हिंदी जरा सा भी नहीं मालूम। പിന്നെ എന്ത് ചെയ്തെന്നറിയോ, സുവിശേഷം പറയാനുള്ള ആഗ്രഹം കൊണ്ട് सुख समाचार बताने की इच्छा से കാർഡ്ബോർഡ് വാങ്ങിച്ചു കടയിൽ ചെന്നിട്ട്. കാർഡ്ബോർഡ് 2 कार्डबोर्ड लिया, എന്നിട്ട് അതിൽ ഈ ഹിന്ദി ബൈബിളിൽ നോക്കിയിട്ട് 2-3 വാക്യം എഴുതി, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ഹിന്ദി ബൈബിളിൽ നോക്കിയിട്ട് ഇത് എഴുതി വെച്ചു. वो हिंदी बाइबल में देख के उसने लिख के रखा यीशु मसीह പുറകിലും पापियों को उद्धार करते हैं। കാർഡ്ബോർഡ് കയർ വെച്ച് കെട്ടി തൂക്കിയിട്ടു. और आगे पीछे कार्डबोर्ड में പറയാൻ लिख के അറിയത്തില്ല, रखा। उसे സുവിശേഷം बोलने नहीं പറയാനുള്ള आता है। ആഗ്രഹം. എന്നിട്ട് ഗ്രാമങ്ങളിലൂടെ ഇതും കൊണ്ട് അങ്ങ് നടക്കുക. और गांव में ये डाल के चला ചന്തയിലൊക്കെ പോയി ഇതും കൊണ്ട് ഇങ്ങനെ നിൽക്കുക. कि मार्केट में ये डाल के ആളുകൾ सुनते പറയും യേശു മശിവാലായ. आलकार पर यीशु मसीह वाला है। അവരിത് വായിച്ചു നോക്കി, ഇവനെന്തോ എഴുതിയേക്കുന്നത്. उसने और पढ़ेंगे क्या लिखा है, എന്നിട്ട് ചിലരൊക്കെ കൈ കൂപ്പും. और कुछ लोग हाथ जोड़ेंगे। ഏതാണ്ടൊക്കെ ഹിന്ദി പറയും, പുള്ളിക്കൊന്നും മനസ്സിലാകത്തില്ല. हिंदी में कुछ तो उससे समझ में नहीं आता പിന്നെ है। പുള്ളിക്ക് മനസ്സിലായി फिर उसको ഇവരൊക്കെ समझ आया, പ്രാർത്ഥിക്കാനാ പറയുന്നത്, അതാ കൈ കൂപ്പുന്നത്. ये प्रार्थना करने को कहता അപ്പൊ है। പുള്ളി തല കൈ വെച്ചിട്ട് മലയാളത്തിൽ പറയും, वो हाथ रखे കർത്താവേ, मलयालम ഇവൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. परमेश्वर ने जो भी बोला मुझे പക്ഷെ समझ में नहीं आया। നിനക്കെല്ലാം മനസ്സിലായി. लेकिन तुझे सब അതുകൊണ്ട് ഇവന്റെ समझा। രോഗം എന്താണത് പോകട്ടെ. इसका जो भी बीमारी है जाने ആളുകൾ दे, സൗഖ്യമാകാൻ തുടങ്ങി. वो चंगा होने लगा। ഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി. दुष्टात्मा दूर എന്റെ जाने, പൊന്നു ദൈവമക്കളെ, परमेश्वर के बच्चों, കർത്താവിന് പ്രവർത്തിക്കാൻ നിന്റെ ഭാഷ ആവശ്യമില്ലെന്ന്. कि परमेश्वर को कार्य करने के लिए तेरा भाषा की जरूरत नहीं है। ഭാഷയുടെ ആവശ്യമുണ്ടോ? भाषा की जरूरत नहीं ഇല്ലെന്ന്. है। കർത്താവിന് പ്രവർത്തിക്കാൻ നമ്മുടെ ഭാഷയുടെ ആവശ്യമില്ലെന്ന്. परमेश्वर को कार्य करने के लिए तेरा भाषा की जरूरत नहीं है। ഹല്ലേലൂയ. हालेलुया। പൗലോസിന്റെ യാത്രയാണ് നമ്മൾ പറയുന്നത്. पौलुस की यात्रा हम बता रहे हैं। പൗലോസ് ആരാണെന്ന് തെളിയിക്കപ്പെട്ട യാത്ര. पौलुस कौन है, साबित हुआ यात्रा। സർവീസിനിടയ്ക്ക് നമ്മൾ യോനയുടെ യാത്ര കേട്ടല്ലേ? कि सर्विस के बीच में हमने योना के बारे में सुना, യോനയുടെ യാത്ര കേട്ടു. योना का यात्रा, ദൈവഹിതമില്ലാത്തൊരു യാത്ര. परमेश्वर की इच्छा बिना एक यात्रा। പൗലോസിന്റെ യാത്രയുടെ പ്രത്യേകത എന്താ? पौलुस की यात्रा का खासियत क्या है, ദൈവത്താൽ പിടിക്കപ്പെട്ട ഈ യാത്ര കേട്ടോ. कि परमेश्वर से पकड़ा हुआ यात्रा, രണ്ടിനും വ്യത്യാസമുണ്ട്. दोनों में फर्क है। ദൈവഹിതമില്ലാതെ യോന പോയി. परमेश्वर की इच्छा के बिना योना गया। വചനം പറയുന്നത് യോനയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. वचन में लिखता है इस प्रकार, യോന തുറമുഖത്ത് ചെന്നിട്ട് പൈസ കൊടുത്ത് തീരുന്ന ടിക്കറ്റ് വാങ്ങിച്ചു. बोलते कि पैसा देख के उसने टिकट लिया, പൈസ കൊടുത്ത് पैसा देख के ടിക്കറ്റ് വാങ്ങിച്ചു. टिकट लिया എന്നിട്ടാ കപ്പലിൽ കയറിയത്. और फिर जहाज में उतरा। ഫീസ് പേ ചെയ്താ കയറിയത്. ദൈവഹിതമില്ലാത്ത വഴി ഫീസ് പേ ചെയ്ത് കൊടുത്തു. जब परमेश्वर की इच्छा नहीं वहां पैसा देना पड़ेगा। അവസാന യാത്രയുടെ മധ്യത്തിൽ വെച്ച് और यात्रा के अंतिम में ഹല്ലേലൂയ കൊടുത്ത കാശും പോയി, जो दिया वो पैसा भी गया, എത്തേണ്ടടുത്ത് എത്തിയുമില്ല, जहाँ पहुंचना वहां पहुंचा भी नहीं, വെള്ളത്തിൽ പോയി.
पानी में गया। പൗലോസ് പോയത് पौलुस जो गया, റോമിലേക്ക് നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ ദൂതാണെങ്കിൽ परमेश्वर ने बोला रोम में तुझे ले जाएगा। പൗലോസ് ടിക്കറ്റ് എടുത്തില്ല. पौलुस ने टिकट नहीं लिया। പൗലോസ് ടിക്കറ്റ് എടുത്തോ? पौलुस टिकट लिया क्या? റോമാ സർക്കാരിന്റെ ചെലവിലാ പോകുന്നത്. रोमा सरकार के സർക്കാരിന്റെ में जाता है। ഉത്തരവാദിത്വം ഇവനെ കൊണ്ട് എത്തിക്കണം എന്നുള്ളത്. सरकार की जिम्मेदारी ने ले കാശ് जाना। മുടക്കിയില്ല, पैसा नहीं दिया, വഴി വെച്ച് തകരാൻ സമ്മതിച്ചില്ല. कि रास्ते में नाश होने नहीं दिया। പറഞ്ഞ് നിർത്തുക ദൈവമക്കളെ, ഒറ്റ ദൂത് പറഞ്ഞ് നിർത്തുക. एक वाणी बोल के നിന്റെ യാത്ര ദൈവഹിത പ്രകാരമുള്ളതാണെങ്കിൽ अगर तेरी यात्रा परमेश्वर की इच्छा के द्वारा है, നിന്റെ പണം ദൈവം കരുതിക്കൊള്ളും. तेरे लिए जो धन है परमेश्वर നിന്റെ संभालेगा। യാത്ര ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നായിരിക്കും. तेरा यात्रा परमेश्वर के भंडार से होगा। വരുന്ന കാറ്റിനെ തിരുമാലിനെ കർത്താവ് ഒതുക്കും. जो आने वाला आंधी तूफान को परमेश्वर रोकेगा। ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं ദൈവഹിത പ്രകാരം परमेश्वर की इच्छा के ഞാൻ हिसाब से? പ്രാർത്ഥിക്കുകയാ. मैं प्रार्थना करता ഞാൻ हूँ। അടുത്ത ദിവസം ട്രാവൽ ചെയ്യുന്നു. मैं पास में अगले दिनों ट्रैवल करने वाला है। ട്രാവൽ ചെയ്യുന്നു. सब ट्रैवल कर रहे हैं। ഹല്ലേലൂയ. ഞങ്ങളുടെയൊക്കെ യാത്രയിൽ പൗലോസിനോട് കൂടെ ഇരുന്ന ആ ദൈവ സാന്നിധ്യം हम सबके यात्रा में पौलुस के साथ जो सानिध्य वो सानिध्य ദൂതൻ ഒന്ന് ഇറങ്ങട്ടെ. कि स्वर्ग दूत उतरने दे। പ്രാർത്ഥിക്കുകയാണ്. मैं प्रार्थना करता ഞങ്ങളുടെ हूँ കൂടെ ദൂതന്മാർ, എന്റെ കൂടെയും ജെഫിന്റെ കൂടെയും പിന്നെ നിങ്ങൾ ആരൊക്കെ ട്രാവൽ ചെയ്യുന്നു, ദൂതന്മാരൊന്ന് കൂടെ സഞ്ചരിക്കുക. कि जो भी यात्रा करते हैं सबके साथ परमेश्वर दूत सफर करे। ഹല്ലേലൂയ. മാത്രമല്ല ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് എവിടെയാണ് അവിടെ ഉള്ളവരെല്ലാം കർത്താവ് ഞങ്ങൾക്ക് തരും. ഹല്ലേലൂയ. कोई नहीं जहाँ भी ट्रैवल करे वहाँ के सारे लोग इन्हें देते हैं। എവിടെ ചെന്നാലും जहाँ भी എവിടെ पहुंचे, കാല് വെച്ചാലും ജെഫേ, जहाँ भी पैर നീ रखे जब നിൽക്കുന്നിടത്ത് तू जहाँ भी रुका है, ഹല്ലേലൂയ സ്വർഗം നീ ആരാന്ന് തെളിയിക്കുമെന്ന് स्वर्ग साबित करे तू कौन है। ആളുകൾ നിന്നോട് ചോദിക്കുന്നു, യു ഹാവ് സംതിങ് സ്പെഷ്യൽ വിത്ത് യു. लोग पूछेगा क्या तेरे पास യു कुछ ഹാവ് खास है? സംതിങ് സ്പെഷ്യൽ വിത്ത് യു. क्या तेरे पास कुछ खास എന്താ है? നിനക്കൊരു വ്യത്യാസമുണ്ടെന്ന് ആളുകൾ ചോദിക്കുമെന്ന്. क्या फर्क है तेरे में? दुनिया पूछेंगे। ആർ യു ലിസണിംഗ് മീ? क्या तुम मुझे सुन रहे हो? ഹല്ലേലൂയ. ആളുകൾ യേശുവിനെ നിന്നിലൂടെ കാണുമെന്ന്. जो दुनिया जो है यीशु को तेरे द्वारा देखेगा। യേശുവിനെ നിന്നിലൂടെ തിരിച്ചറിയുമെന്ന്. यीशु को तेरे द्वारा നീ ഒരു जानेगा। സാധാരണക്കാരനല്ല, നീ ഒരു ഭക്തനാണ്, ദൈവവൈദ്യനാണെന്ന് ലോകം കാണുമെന്ന്. तू एक साधारण व्यक्ति नहीं, परमेश्वर भक्त है, दुनिया देखेगा। എത്ര പേർ ഈ വചനം സ്വീകരിക്കാൻ തയ്യാറാണ്? कितने लोग ये वचन विश्वास ഒരു करने तैयार है? നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. एक क्षण के लिए परमेश्वर के ഈ खड़े हो വചനത്തിന് जाइए। മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം. एक वचन के सामने समर्पण करें। കർത്താവിന്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മോട് ഇന്ന് പകൽക്കാലം സംസാരിച്ചുവല്ലോ. परमेश्वर की आत्मा आज हमसे बातें किया। ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया। യോന അവൻ ദൈവഹിതമില്ലാത്ത വഴിയിൽ പോയി. योना जो है परमेश्वर की इच्छा नहीं था वहां से गया। അവന്റെ യാത്ര താറുമാറായി പോയി. उसका यात्रा नाश हुआ। അവന് ധനനഷ്ടമുണ്ടായി, उसको धन का नुकसान हुआ। മാനനഷ്ടമുണ്ടായി, उसका मान गया, കഷ്ടനഷ്ടമുണ്ടായി. कष्ट हुआ, ഇതെല്ലാം സംഭവിച്ചു. सब कुछ हुआ। ദൈവഹിതമില്ലാത്ത യാത്ര. परमेश्वर की इच्छा के बिना यात्रा। മുടിയംപുത്രന്റെ കാര്യം രാവിലെ നമ്മൾ കേട്ടതുപോലെ कि उड़ाव पुत्र के बारे में सुना सुबह। അപ്പന്റെ വീട്ടിൽ നിന്ന് ദൂരേക്കുള്ള യാത്ര, पिता के घर से दूर की यात्रा। ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള ഓടിപ്പോക്ക്. परमेश्वर सानिध्य से भाग गया। മുടിയംപുത്രൻ അതാ ചെയ്തതല്ലേ? उसने क्या किया? അപ്പന്റെ സ്നേഹം അറിയാതെ ആ വീട്ടിൽ വിട്ട് ഓടിപ്പോയി. पिता का प्रेम ना जानते हुए घर छोड़ के गया। യോനയും അതാ ചെയ്തത്. योना ने भी वही किया। വചനം പറയുന്നു, वचन कहता है യോന ദൈവസന്നിധി വിട്ടോടിപ്പോയെന്ന്. कि योना जो है परमेश्वर की सन्निधि छोड़ के भागा। ദൈവഹിതമില്ലാത്ത വഴി പോകുമ്പോൾ അത് ദൈവസന്നിധി വിട്ടുള്ള ഓട്ടമാണെന്ന് യോനയുടെ പുസ്തകം പഠിപ്പിക്കുന്നു. योना का किताब बताता है कि जो परमेश्वर की इच्छा के विरुद्ध जब जाता है वो परमेश्वर के सानिध्य से दूर जाता है। കഷ്ടനഷ്ടങ്ങളുണ്ട്. इन दोनों को नष्ट और कष्ट പക്ഷെ हुआ, തള്ളാത്തൊരു അപ്പനുണ്ട്. लेकिन नहीं छोड़ने वाले एक पिता है। വഴിക്കണ്ണുമായി നോക്കിയിരിക്കുന്ന ഒരു അപ്പനുണ്ട്. लौट के आने वाला आंखों के साथ എന്റെ बेटा മകൻ है, എന്ന് पिता മടങ്ങി है। വരുമെന്ന് ഓർത്ത് വഴിക്കണ്ണുമായി നോക്കിയിരിക്കുന്ന ഒരു അപ്പൻ. बेटा कभी लौट आने वाला इंतजार ആ करने वाला അപ്പന്റെ पिता। സ്നേഹം തിരിച്ചറിയാതെ പോകരുത്. वो पिता का प्रेम को ना जाने नहीं ഇനി जाना है। അപ്പൻ പറഞ്ഞിട്ടാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ अगर तू पिता बोल के यात्रा कर रहे നിന്റെ है, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് तेरे रास्ते में तुझे संभालने के लिए ദൂതന്മാർ നിന്റെ കൂടെ വരും. स्वर्गदूत तेरे साथ आएंगे। അപ്പന്റെ വാക്ക് കേട്ടാ നീ സഞ്ചരിക്കുന്നതെങ്കിൽ अगर पिता का बात सुन के तू നിന്റെ ट्रैवल करता है, യാത്രയിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ അപ്പൻ കൈകാര്യം ചെയ്തു. तेरे यात्रा में जो भी रुकावट आएगा वो उसे पिता അവന്റെ संभालेगा। സമ്മുഖ ദൂതൻ മഷൽ ഖവാന, അവന്റെ സമ്മുഖ ദൂതൻ ഹൽക്കെ മന ഏഞ്ചൽ जो स्वर्गदूत है ഹല്ലേലൂയ നിന്നെ തോളിൽ ചുമക്കുമെന്ന് वो तुझे कंधे पे ഞാൻ उठाएगा। വേദപുസ്തകത്തിൽ നിന്നാ പറയുന്നത്. ये वचन से कहता है। യാക്കോബിനോട് അപ്പൻ പറഞ്ഞു, याकूब से पिता ने कहा, മോനെ നീ പത്തനാറാമിലേക്ക് പോക. बेटा तू पद्दनराम में जाओ। ഇസ്ഹാക്ക് इसहाक ഹല്ലേലൂയ മോനെ പറഞ്ഞു വിടുകയാ. इसहाक बेटे को भेज യാത്ര रहे हैं। അപ്പൻ പറഞ്ഞിട്ടാ കേട്ടോ. कि यात्रा जो है पिता ആ बोल के, യാത്രയിലുടനീളം वो यात्रा में യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. याकूब की एक बात पता चला, എന്റെ കൂടെ നടക്കുന്ന ഒരു ദൂതനുണ്ട്. मेरे साथ चलने वाला एक दूत യാക്കോബ് है। മക്കളെയൊക്കെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞു, याकूब ने बच्चों को आशीष എന്റെ करते समय മക്കളെ कहा, എന്നെ നടത്തിയ ദൂതൻ वो
बोले कि मेरे को जो चलाया वो स्वर्गदूत वो तुझे भी चलाएगा मैं നടക്കുന്ന ഒരു ദൂതൻ. तेरे साथ चलने वाला അതുകൊണ്ട് स्वर्गदूत യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് इसके लिए यशायाह भविष्यवाणी करेगा അവരുടെ സമ്മുഖ ദൂതൻ അവരെ തോളിൽ ചുമന്ന് നടത്തിയത്. इसके स्वर्गदूत उसे कंधे पे മക്കളെ, उठा के നീ चला പോകുന്നിടത്തൊക്കെ ദൈവം നിന്നെ തോളിൽ ചുമന്ന് നടത്തുവാൻ ദൂതന്മാരെ അയക്കുമെന്ന്. बेटा तू जहां भी जाएगा वहां स्वर्गदूत तेरे को कंधे पे ले जाएगा നിന്റെ യാത്രയിൽ മഷൽ ഖമാന കർത്താവിന്റെ സമ്മുഖ ദൂതൻ നിന്നെ തോളിൽ ചുമന്ന് നടത്തുമെന്ന്. तेरे सफर में परमेश्वर का स्वर्गदूत तेरे को कंधे पे उठा के चलेगा കർത്താവ് തോളിൽ ചുമന്ന് നടത്തിയ परमेश्वर कंधे पे उठा के चले വേദപുസ്തകം പറയുന്നു वचन कहता है ഉടുപ്പ് പഴകിപ്പോയില്ല, वो कुटुंब है नाश नहीं हुआ ചെരുപ്പ് തേഞ്ഞു പോയില്ല. उनका जो चप्पल घसा नहीं കാരണം എന്താ? कारण क्या है ആരോ ദൈവദാസൻ പ്രസംഗിച്ചതാ കേട്ടോ. एक परमेश्वर दास ने നിലത്ത് നടക്കാൻ കർത്താവ് സമ്മതിച്ചില്ലെന്ന്. क्योंकि उन्होंने जमीन पे चला നിലത്ത് नहीं നടന്നിട്ട് വേണ്ട ചെരുപ്പ് തേയാൻ जब चलेगा तो चप्पल തോളിൽ घसेगा ചുമത്തി നടത്തുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. कि कंधे पे उठा के चलाने वाला परमेश्वर है വീട്ടിലെത്തിക്കുവോളം തോളിൽ ചുമക്കുന്നവൻ. घर पहुंचते तक घर पे कंधे पे അപ്പന്റെ पहुंचाना ഹിതപ്രകാരമാണ് നിന്റെ യാത്രയെങ്കിൽ अगर पिता के हिसाब से तेरा यात्रा है സ്വർഗ്ഗം നിന്റെ കൂടെ നടക്കുമെന്ന്. स्वर्ग तेरे साथ चलेगा ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു, आज पवित्र आत्मा तुमसे कहता അപ്പന്റെ है വാക്ക് കേട്ട് നടക്കുവാൻ, पिता के बात सुन के അപ്പന്റെ चलो ഹിതപ്രകാരം നടക്കുവാൻ पिता की इच्छा ഒരു से चलो നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. एक क्षण के लिए अपने आप को समर्पण करो ഹല്ലേലൂയ. സമയ ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ കർത്തൃമായ ശുശ്രൂഷയിലേക്ക് കിടക്കുക. ലാസ്റ്റ് നമുക്ക് പാടി ആരാധിക്കാം മക്കളെ. രണ്ട് പാട്ടിനുള്ള സമയം ഇന്ന് നമുക്കില്ല. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പാടി പകൽക്കാലം സമർപ്പിക്കും? आप में से कितने लोग आज समर्पण करेंगे എന്നെ തരുന്ന കർത്താവേ, सब देता हूं परमेश्वर എനിക്ക് നിന്റെ ഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകണ്ട. तेरा इच्छा छोड़ के ढाई बाय नहीं जाना है എന്നെ സമർപ്പിക്കുന്നു. मुझे समर्पण करता हूं ഹല്ലേലൂയ. എല്ലാ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞാട്ടെ, हर जो हाथों को स्वर्ग की ओर उठाइए യേശുവേ, എനിക്ക് നിന്നെ മതി, यीशु मुझे तू चाहिए വേറെ ഒന്നും എനിക്ക് വേണ്ട. दूसरा कुछ मुझे नहीं I चाहिए love you Jesus more than anything. I love you Jesus more than anything. परमेश्वर यीशु मैं तुझसे सबसे ज्यादा प्रेम യേശുവേ, करता हूं മറ്റെന്തിനെക്കാട്ടിലും बाकी किसी से ज्यादा ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. मैं तुझसे प्रेम करता हूं ഓ സ്നേഹിക്കുന്നപ്പാ. मैं प्रेम करता हूं पिता പലപ്പോഴും ഞാൻ അപ്പന്റെ വീട് വിട്ടു പോയിട്ടുണ്ട്. मैं कभी अगर पिता का घर छोड़ के गया യോനെ പോലെ ഞാൻ ഓടിപ്പോയിട്ടുണ്ട്. योना के साथ मैं भागा है എന്നാൽ കർത്താവ് ഇന്ന് ഞാൻ മടങ്ങി വരുന്നു. लेकिन पिता मैं आज लौट के आता हूं ഇനി ഞാൻ നടക്കുന്നത്, अब मुझे चलना ഇനി എന്റെ യാത്രകൾ, अब मेरी यात्रा में ഇനി എന്റെ ഓരോ കാൽ ചുവടും तू मेरे हर एक कदम को അപ്പന്റെ ഇഷ്ടത്തിന്, पिता की इच्छा में आमीन അപ്പന്റെ ഇഷ്ടത്തിന്, पिता की इच्छा में ഓ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. ചേർന്ന് പഠിക്കട്ടെ. यीशुवे ഓ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ സമർപ്പണത്തോടെ അങ്ങേക്കാൾ യേശുവേ, വേറെയൊന്നിനെ Thank you, Jesus. സ്നേഹിക്കില്ല ഞാൻ യേശുവേ നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല ഒരു കണ്ണും അത് കണ്ടിട്ടില്ല കാതുകളും അത് കേട്ടതില്ല ഹൃദയത്തിൽ തോന്നിയതില്ല ഒരു കണ്ണും അത് കണ്ടിട്ടില്ല കാതുകളും അത് കേട്ടതില്ല ഹൃദയത്തിൽ തോന്നിയതില്ല അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും വേറെ